സാരില്ല, പോട്ടെ. അവരെന്തെങ്കിലും പറയുന്നത് അവർക്ക് കുറച്ച് വിവരം കുറവാണെന്ന് കരുതിയാൽ മതി. നിനക്ക് ഞാനില്ലേ, അതുപോരെ. അവൻ അവളോട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ആ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അവൾ മതിയെന്ന് തലയാട്ടി. അവൻ അവളെ ഒന്നുകൂടി മുറുക്കെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറുകയിൽ കവിൾ ചേർത്തു. നീ ഇതൊക്കെ വിളമ്പിക്കോ, ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. ഹാളിലെത്തിയതും അതും പറഞ്ഞുകൊണ്ട് ദീപു നേരെ ഉമ്മറത്തേക്ക് ചെന്നു. ഉമ്മറത്തെത്തിയതും കണ്ടു തമ്മിൽ എന്തോ പറഞ്ഞിരിക്കുന്നവരെ. അവനെ കണ്ടതും ചേച്ചി വേഗം അമ്മയെ ഒന്ന് തോണ്ടി. അമ്മ വേഗം പിടിച്ചു കെട്ടിയതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നത് നിർത്തി. ദീപുവിന് അത് മനസ്സിലായെങ്കിലും അവനത് കാണാത്തതുപോലെ നടിച്ചു. അമ്മേ, ചേച്ചി വാ, ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ അവരെ വിളിച്ചതും അവർ രണ്ടുപേരും അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിന് രണ്ടുപേരും വാശി പിടിച്ചിരിക്കേണ്ട. ഇപ്പോൾ വന്ന് വിളിച്ചിട്ടും കഴിക്കാതെ ഇരുന്നാൽ പിന്നെ ആരും വിളിക്കാതെ വന്ന് എടുത്തു കഴിക്കേണ്ടി വരും. അതുകൊണ്ട് വാശി കാണിക്കാതെ വന്നു കഴിക്കാൻ നോക്ക് രണ്ടാളും. അവൻ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തന്നെ നടന്നു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടാകണം അമ്മയും ചേച്ചിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. പിന്നെ രണ്ടുപേരും പല്ലു കടിച്ചു പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അവരകത്തേക്ക് വരുമ്പോൾ ദീപു ഇരുന്നിട്ടുണ്ട്, ഗൗരി ഇരുന്നിട്ടില്ല. അവനരികിൽ നിൽക്കുകയാണ്. മേശപ്പുറത്ത് 4 പ്ലേറ്റിൽ ബിരിയാണി വിളമ്പി വെച്ചിട്ടുമുണ്ട്. തങ്ങൾ വരാൻ വേണ്ടി അവൾ കാത്തു നിൽക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായതും അവരുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഇരിക്കെ എൻ്റെ ഗൗരി. ദീപു അവളുടെ കൈപിടിച്ച് കസേരയിലിരുത്തി. അവളെയൊന്ന് നോക്കിക്കൊണ്ട് തന്നെ അമ്മയും ചേച്ചിയും പോയി കൈ കഴുകി വന്നു. അവർ വന്നിരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഗൗരിക്ക് സമാധാനമായത്. ഒരു നെടുവീർപ്പോടെ അവളും കഴിച്ചു തുടങ്ങി. കഴിക്കുമ്പോൾ ദീപു ഒഴിച്ച് മറ്റാരും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ദീപു ചോദിക്കുന്നതിനൊക്കെ തലയാട്ടിയും മൂളിയും എന്തൊക്കെയോ മാത്രം പറയുന്നുണ്ട് ഗൗരി. അതുകണ്ട് അമ്മയ്ക്കും ചേച്ചിക്കും ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാതെ അവർ കഴിച്ചെഴുന്നേറ്റു. അവരങ്ങ് പോയതും അവർ കഴിച്ചു വെച്ച പാത്രങ്ങൾ മാത്രം മേശയിൽ ബാക്കിയായി. ഞാൻ കഴുകണോടി? ദീപു ഒരു വല്ലായ്മയോടെ ചോദിച്ചതും ഗൗരി അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അമ്മയുടെയും ചേച്ചിയുടെയും അവളോടുള്ള വേലക്കാരിയോടെന്ന പോലെയുള്ള ഈ പെരുമാറ്റം അവനിലൊരു വല്ലായ്മ തീർക്കുന്നുണ്ടായിരുന്നു. എന്തിന്? ദേ ദീപുവേട്ട, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിതൊന്നും ഒരു വിഷയമല്ലെന്ന്. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? പറഞ്ഞുകൊണ്ട് അവർ കഴിച്ച പാത്രങ്ങൾ കൂടിയെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. പിന്നെ വന്ന് മേശപ്പുറമെല്ലാം ഒന്ന് തുടച്ച ശേഷം പാത്രം കഴുകാനായി അടുക്കളയിലേക്ക് തന്നെ ചെന്നു. ഗൗരി. അവൾ പാത്രം കഴുകുമ്പോഴാണ് അവൻ പിറകിൽ വന്നു നിന്നുകൊണ്ട് അവളെ വിളിച്ചത്. എന്താ ദീപുവേട്ട? അവൾ തല മാത്രം ചെരിച്ചവനെ നോക്കി. രാജേഷേട്ടൻ വിളിച്ചിരുന്നു, നാളെ മുതൽ പണിക്ക് പോയി തുടങ്ങണം. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് പിടച്ചു. നെഞ്ചിനകത്ത് എന്തോ വല്ലാത്തൊരു പേടി പോലെ. പക്ഷേ അതും പറഞ്ഞ് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ ദീപു അവളുടെ മുഖത്തേക്കൊന്ന് അലിവോടെ നോക്കി. ഞാനില്ലാതെ ഇവരുടെ കൂടെ ഇവിടെ നിൽക്കാൻ പേടിയുണ്ടോ? അവൻ ചോദിച്ചു. പേടിയില്ലെന്ന് പറയുന്നില്ല, എങ്കിലും സാരില്ല ദീപുവേട്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്കതിന് പറ്റും. കാരണം എനിക്കതിനുള്ള ട്രെയിനിങ് ഒക്കെ ആദ്യമേ കിട്ടിയിട്ടുണ്ടല്ലോ. അവൾ പറഞ്ഞതും ദീപുവിന് അവളുടെ കഴിഞ്ഞ കാലം ഓർത്ത് വല്ലായ്മ തോന്നി. പിന്നെ നമ്മുടെ കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതം. അവരൊക്കെ ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോ നടന്നുവെന്നാ അവർ ചോദിക്കുന്നേ. അവൻ വിഷയം മാറ്റാനായി പറഞ്ഞു. പക്ഷേ കാര്യമുള്ളതാണ് കേട്ടോ. കൂടെ പണിയെടുക്കുന്നവർക്കെല്ലാം അത്ഭുതമാണ്. തമ്മിലൊന്ന് സംസാരിക്കുക കൂടി ചെയ്യാത്ത ഇവർ പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? എനിക്കും ചിലപ്പോൾ ഇതൊരു സ്വപ്നമാണോ എന്നൊക്കെ തോന്നിപ്പോകും ദീപുവേട്ട. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലൊന്ന് നുള്ളി നോക്കും. അപ്പോഴാ എനിക്കും മനസ്സിലാവുന്നേ ഇതൊരു സ്വപ്നമൊന്നും അല്ലെന്ന്. എൻ്റെ കഷ്ടപ്പാട് കണ്ട് ദൈവം കൊണ്ടു തന്നതാ എനിക്ക് ദീപുവേട്ടനെ. അവൾ പറഞ്ഞതും ദീപു എന്തു പറയണമെന്ന് അറിയാതെ നിന്നുപോയി. ഒരു സങ്കടപ്പറച്ചിലിൽ നിന്നും മാറ്റിക്കൊണ്ടുവരാനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ദേ ഇതിലും. അവരങ്ങനെ നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും ഒരു ചുമ കേട്ടത്. അമ്മയാണ്. വെള്ളം കുടിക്കാൻ എന്ന പേരിൽ വെറുതെ വട്ടം ചുറ്റി നടക്കുകയാണ്. അമ്മയ്ക്ക് പിറകിൽ ചേച്ചിയും ഉണ്ടാകും. സംശയം വെറുതെയായില്ല. തൻ്റെ നോട്ടം കണ്ട് അമ്മ തിരിഞ്ഞു നടന്നതും ദേ അമ്മയ്ക്ക് പിറകിൽ ചേച്ചിയും പോകുന്നു.
ഈ ചേച്ചിക്ക് കെട്ടിയോനെ കാണുകയൊന്നും വേണ്ടേ ആവോ? അവനൊന്ന് ചിന്തിച്ചു പോയി. വൈകുന്നേരത്തെ ചായയും രാത്രിയിലെ അത്താഴവും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലാതെ കടന്നുപോയി. രാത്രിയിലേക്കുള്ള ചോറും കറിയും എല്ലാം ഗൗരി തനിച്ചാണ് ഉണ്ടാക്കിയത്. അമ്മയും ചേച്ചിയും ഒന്നെങ്കിൽ മുറിയിലിരിക്കും, അല്ലെങ്കിൽ ഹാളിൽ, അതുമല്ലെങ്കിൽ ഉമ്മറത്ത്. ഇതല്ലാതെ അവർ അടുക്കളയിലേക്കൊന്ന് കയറി പോലും നോക്കിയിട്ടില്ല. ഗൗരി തനിച്ച് ചെയ്തോളാമെന്ന് ഒത്തിരി തവണ പറഞ്ഞെങ്കിലും ദീപു അത് കേൾക്കാതെ അടുക്കളയിൽ അവളെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ മടുപ്പോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയില്ല. അവൻ്റെ സാമീപ്യം അവൾക്ക് വല്ലാത്തൊരു സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. അടുക്കളയെല്ലാം ഒതുക്കി വെച്ച് അവൾ ബാത്റൂമിലേക്ക് കയറിയതാണ്. ദീപു കട്ടിലിൽ കാലു നീട്ടി കിടപ്പുണ്ട്. ഇടതുകാലിനുമേൽ വലതുകാൽ കയറ്റിവെച്ച് കാൽ വിറപ്പിച്ചാണ് കിടക്കുന്നത്. മേലൊന്ന് കഴുകി ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഗൗരി കാണുന്നത് എന്തോ ആലോചനയോടെ കാലും വിറപ്പിച്ച് കിടക്കുന്ന ദീപുവിനെയാണ്. എന്താ ദീപുവേട്ട ആലോചിക്കുന്നേ? മുടി ഒന്നാകെ എടുത്ത് മുകളിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ വെറുതെ, അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കായി അവൻ്റെ ഇടം കൈ നിവർത്തി വെച്ചു. അതെന്തിനാണെന്ന് മനസ്സിലായതുപോലെ അവൾ ഒരു ചിരിയോടെ കട്ടിലിലേക്ക് കയറി അവൻ്റെ ഇടം കൈയിലേക്ക് തല കയറ്റിവെച്ച് അവനോട് ചേർന്ന് കിടന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അവളുടെ ഇടം കൈ അവൻ്റെ നെഞ്ചിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും പെട്ടെന്ന് ആയതുകൊണ്ട് ദീപു ഒന്ന് ഞെട്ടി. ദീപുവിൻ്റെ ഞെട്ടൽ കണ്ട് ഗൗരിയും. അവൻ നോക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകളൊന്ന് പിടച്ചു. എന്തോ ഒരു പരവേശം പോലെ. നാണം കൊണ്ട് ചുവന്നു തൊടുക്കുന്ന കവിളുകൾ അവനിൽ നിന്നും മറയ്ക്കാൻ എന്നതുപോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അതുകൂടിയായതും രണ്ടുപേരും ഒന്ന് വിറച്ചുപോയി. അവൻ വർദ്ധിച്ചു വരുന്ന ഹൃദയമിടിപ്പിനെ അടക്കി നിർത്തിക്കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ചു പതിയെ അവളുടെ മുഖമുയർത്തി. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനാവുന്നില്ല. വല്ലാത്തൊരു വെപ്രാളം. താൻ ഒരിക്കൽ വിവാഹിതയായതാണ്. ഒരുവൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ്. എന്നാൽ അന്നൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക അനുഭൂതി. പിടയ്ക്കുന്ന കണ്ണുകളോടെ അവൾ അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിപ്പോയി. എന്താ, എൻ്റെ ഗൗരിക്കുട്ടിക്ക് നാണമാണോ? അവനൊരു കുറുമ്പോടെ അവളുടെ കാതോരം ചോദിച്ചു. അവൻ്റെ ചൂടുള്ള നിശ്വാസം അവളുടെ കാതിലും കവിളിലും തട്ടിയതും അവളൊന്ന് കുളിർന്നു പോയി. അവൻ്റെ വിരലുകൾ അവളുടെ മുഖമാകെ ഒഴുകി നടന്നു. അടിവയറ്റിൽ നിന്നും ഒരു പൂമ്പാറ്റക്കൂട്ടം തന്നെ ചിറകടിച്ചുയരുന്നത് പോലെ അവൾക്ക് തോന്നി. വയ്യ, സഹിക്കാൻ വയ്യ. ഇനിയും അവനെ ഇങ്ങനെ നോക്കി നിന്നാൽ തൻ്റെ ഹൃദയം പൊട്ടി താൻ മരിച്ചു പോകുമെന്ന് തോന്നിയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അവനൊരു ചിരിയോടെ അവളെ രണ്ടു കൈകൊണ്ടും വരിഞ്ഞു മുറുക്കി അവളുടെ നെറ്റിത്തടത്തിൽ അവൻ അവൻ്റെ കവിൾ ചേർത്ത് വെച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു ഗൗരി, ചേച്ചിക്ക് എങ്ങനെ ഇത്രയും ദിവസം അളിയനെ കാണാതെ ഇവിടെ വന്നു നിൽക്കാൻ പറ്റുന്നു? ഹോ, സമ്മതിച്ചു കൊടുക്കണം, ദീപു പറഞ്ഞു. അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെയാ? നല്ല ആളാണോ? ഗൗരി അതാണ് ചോദിച്ചത്. ദീപുവിനെ പോലെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ അതിന് കഴിയുമെന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. രൂപേഷേട്ടൻ ആളൊരു പാവമാണ്. രൂപേഷേട്ടൻ്റെ അമ്മയും ഒരു പാവം തന്നെ. ഏട്ടനും അമ്മയും മാത്രമേ അവിടെയുള്ളൂ. ഏട്ടൻ ഒറ്റ മോനാണ് അവർക്ക്. ഏട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. രൂപേഷേട്ടനും അമ്മയും ശരിക്കും ഒരു പാവമാണ് ഗൗരി. ചേച്ചി അവരെ അഡ്ജസ്റ്റ് ചെയ്തല്ല, അവർ ചേച്ചിയെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചേച്ചിയുടെ സ്വഭാവം പിന്നെ തനിക്ക് അറിയാലോ. ചേച്ചിയെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് മാത്രം രൂപേഷേട്ടനും അമ്മയും സഹിക്കുന്നതാണ്. 2 ദിവസം കഴിഞ്ഞാൽ ചേച്ചി ചിലപ്പോൾ പോകുമായിരിക്കും. ചേച്ചി പോയാൽ പിന്നെ അമ്മയൊന്ന് ഒതുങ്ങാൻ മതി. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞതും ഗൗരിയും ഒന്ന് വെറുതെ മൂളി. തൽക്കാലം നമുക്ക് അതങ്ങ് വിട്ടേക്കാം. എന്നിട്ട് ഇപ്പോൾ നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം അല്ലേ? അവൻ ചോദിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ഇറുക്കെ കെട്ടിപ്പിടിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചാഞ്ഞു. അവൻ ഒരു കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് മറുകൈകൊണ്ട് അവളുടെ മുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. അവൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും ആ ചേർത്ത് പിടിക്കലിൻ്റെയും തലോടലിൻ്റെയും സുഖത്തിൽ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു.
എന്തൊക്കെയോ ആലോചിച്ച് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ആദ്യം കണ്ണു തുറന്നത് ഗൗരിയാണ്. രാത്രി കിടന്നതിൽ നിന്നും ഒരല്പം പോലും വ്യത്യാസമില്ല. അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവൻ്റെ 2 കൈക്കുള്ളിൽ പതുങ്ങിയാണ് അവൾ കിടക്കുന്നത്. ഉറക്കം ഉണർന്നിട്ടും എന്തോ ആ നെഞ്ചിൻ്റെ ചൂടിൽ നിന്നും അകന്നു പോകാൻ തോന്നാത്തതുപോലെ അവൾ കുറച്ചു നേരം കൂടി അവനെ തന്നെ അങ്ങനെ നോക്കിക്കിടന്നു. ആ നെറ്റിയും പുരികവും കണ്ണും മൂക്കും കവിളും ചുണ്ടും താടിയുമെല്ലാം അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു. എന്തോ പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവൾ അവൻ്റെ മുടിയിലൂടെ തലോടി പതിയെ അത് ഒതുക്കി വെച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിലൂടെ ഇഴഞ്ഞു നടന്നതും അവനൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അവൾ ഒന്നാകെ വിറച്ചുപോയി. തീച്ചൂളയിൽ എന്ന പോലെ അവളുടെ ശരീരം ഒന്നാകെ ചൂട് പിടിച്ചു. 1 ഇഞ്ച് പോലും അനങ്ങാൻ കഴിയുന്നില്ല. എന്നിട്ടും അവളൊന്ന് പതിയെ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി. അടങ്ങിക്കിടക്കൻ്റെ ഗൗരി, കുറച്ചു നേരം കൂടി, അവൻ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അവളെ ഇറുക്കി പിടിച്ചു. അല്പസമയം ഒന്ന് തറഞ്ഞു നിന്ന ശേഷം അവളുടെ കൈകളും അവനെ പതിയെ ചുറ്റിപ്പിടിച്ചു. ദീപുവേട്ടാ, എഴുന്നേൽക്കണം. ഞാൻ ചെന്ന് ചായ ഉണ്ടാക്കട്ടെ. ദീപുവേട്ടന് പോകാനുള്ളതല്ലേ? അവൾ പറഞ്ഞതും അവൻ കണ്ണുപോലും തുറക്കാതെ മനസ്സില്ലാ മനസ്സോടെ അവളുടെ മേലിൽ നിന്നും കൈ അയച്ചു. അവൾ ഒരു പുഞ്ചിരിയോടെ തന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. കുളിക്കാനൊന്നും നിന്നില്ല. പല്ലു തേച്ച് ഫ്രഷായി പുറത്തേക്കിറങ്ങി. ദീപുവിനെ നോക്കിയപ്പോൾ ഇപ്പോൾ ആള് കമിഴ്ന്നാണ് കിടക്കുന്നത്. അവൾ ഒരു പുഞ്ചിരിയോടെ തന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഹാളിലെത്തി ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 5 മണിയാകുന്നതേയുള്ളൂ. അവൾ അടുക്കളയിലേക്ക് ചെന്നു. ഇപ്പോൾ പണ്ടത്തേതുപോലെയല്ല. എന്തോ ഒരു പ്രത്യേക ഉന്മേഷം തോന്നുന്നുണ്ട്. ആദ്യം ഒരു ഗ്ലാസ് കാപ്പിക്കുള്ള വെള്ളം വെച്ചു. അത് തിളച്ചു വരുമ്പോഴേക്കും പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചു. വെള്ളം തിളച്ചു വന്നതും കാപ്പിപ്പൊടിയും പഞ്ചസാരയും ചേർത്തിളക്കി അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പതിയെ ഊതി കുടിച്ചു. ആ തണുപ്പത്ത് നല്ല ചൂടുള്ള വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങിച്ചെന്നപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ഒരു ആശ്വാസം തോന്നി. അവിടെ വീട്ടിലാകുമ്പോഴും ഇത് പതിവാണ്. ഈ ഒരു കാപ്പിയുടെയോ ചായയുടെയോ ബലത്തിലാണ് അന്ന് ഉച്ചവരെ പിടിച്ചു നിൽക്കുന്നത്. അവൾ ഓർത്തു. എന്തിനോ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആ സമയമാണ് അവൾക്ക് തന്നെ ചേർത്ത് പിടിച്ച് കിടന്ന ദീപുവിൻ്റെ മുഖം ഓർമ്മ വന്നത്. എന്തോ അവനോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി അവൾക്ക് അപ്പോൾ. ആ കാപ്പി കുടിച്ചു കഴിഞ്ഞതും പിന്നെ അന്നത്തെ പണികളെല്ലാം ഓരോന്നായി ചെയ്തു തുടങ്ങി. കറിക്കുള്ള കടല ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ടുവെച്ചിരുന്നു. അതുകൊണ്ട് പുട്ടിനുള്ള പൊടി ഒന്ന് കുതിർന്നു വരുമ്പോഴേക്കും അവൾ കടലക്കറി ഉണ്ടാക്കി. പിന്നീട് പുട്ടുകൂടി ഉണ്ടാക്കി കഴിഞ്ഞതും ദീപു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നിരുന്നു. അവൻ അവൾക്ക് പിറകിലൂടെ വന്ന് അരയിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി കുത്തി നിന്നു. അവളൊന്ന് വിറച്ചു പോയിരുന്നു എന്നത് സത്യമാണ്. എങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരി അത്രമേൽ മനോഹരമായിരുന്നു. ഇങ്ങനെ അകന്നു നിന്നാൽ എങ്ങനെയാ? നമുക്കും ഒരുമിച്ച് ജീവിക്കണ്ടേ എന്ന് അന്നവൻ തുറന്നു പറഞ്ഞതിൽ പിന്നെ അവർക്ക് 2 പേർക്കും നല്ല മാറ്റമുണ്ട്. ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നതോ വെറും വാക്ക് പറയുന്നതോ മാത്രമല്ല സ്നേഹമെന്ന് അവർക്ക് 2 പേർക്കും അറിയുന്നുണ്ടായിരുന്നു. സ്നേഹമെന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് പ്രകടിപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തിനാ എൻ്റെ ഭാര്യയെ ഇത്ര രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ഉണ്ടാക്കാൻ നിന്നത്? ഞാൻ രാവിലത്തെ ചായ ഹോട്ടലിൽ നിന്നാണ് കുടിക്കാറ്. നിനക്ക് സാവധാനം ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? ദീപു പതിയെ അവളോട് ചോദിച്ചു. എന്നും ഈ നേരത്ത് എഴുന്നേറ്റ് ശീലമായി ദീപുവേട്ടാ. ഇനി കിടന്നാലും ഉറക്കം കിട്ടില്ല. പിന്നെ ഇനി ഞാനുണ്ടല്ലോ. അതുകൊണ്ട് ശീലങ്ങളൊക്കെ മാറ്റി തുടങ്ങണം. ഇനി ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കൊന്നും വേണ്ട. രാവിലെ ഞാൻ ഉണ്ടാക്കി തന്നോളാം. അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണ് നിറഞ്ഞു. സന്തോഷം കൊണ്ട് മനസ്സും. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുള്ള കാപ്പിയോ ചായയോ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോൾ അവൻ തന്നെ ഉണ്ടാക്കി കുടിക്കും. അല്ലാത്തപ്പോൾ ഹോട്ടലിൽ ചെന്നാണ് രാവിലത്തെ ഒരിറക്ക് ചൂടുവെള്ളം കുടിക്കുന്നത്. ചിലപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴായിരിക്കും അമ്മ എഴുന്നേറ്റ് വരുന്നത്. ചോദിക്കുന്നതോ എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടിയുള്ള പൈസയും. ഒരു മകൻ അമ്മയിൽ നിന്നും കൊതിക്കുന്ന ഒന്നും തനിക്ക് കിട്ടിയിട്ടില്ല. എത്ര തിരിച്ചു സ്നേഹിച്ചിട്ടും അതൊന്നും കിട്ടാതെ അവസാനം താനും പതിയെ അകന്നു തുടങ്ങി. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് താൻ ഈ കുടുംബത്തിലെ ആരുമല്ലേ എന്ന്. അങ്ങനെ താൻ ഈ കുടുംബത്തിലെ ആരുമല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു തുടങ്ങി. ജീവിതം തന്നെ മടുത്തു പോയിട്ടുണ്ട്.
പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ജീവിക്കാൻ വല്ലാത്തൊരു കൊതി. ഇപ്പോൾ തനിക്ക് കൂട്ടിന് ഒരാളുണ്ട്. അവൾക്ക് കൂട്ടിന് ഞാനും. ഇനി ഇനി ഞങ്ങൾക്കൊന്ന് ജീവിക്കണം. ആരുമില്ലാത്ത ഒരാളുടെ എല്ലാം ആകണമെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സുഖം വേറെ തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. അതെ, ഞങ്ങൾക്കാരുമില്ല. അവൾക്ക് ഞാനും എനിക്ക് അവളും. അവന് മനസ്സിലൊരു വല്ലാത്ത തണുപ്പ് തോന്നി. അവൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവളൊരു ഗ്ലാസ് ചൂടുള്ള കാപ്പി അവൻ്റെ നേരെ നീട്ടിയത്. അവൻ്റെ കണ്ണൊന്ന് നിറഞ്ഞുവോ? അവൻ അവളെ ഒന്ന് ചേർത്തു പിടിച്ച് ആ നെറ്റിത്തടത്തിൽ പതിയെ ചുണ്ടു ചേർത്തു. അവൻ്റെ ആദ്യ ചുംബനം. അവൾ അത് ഇരു കണ്ണുകളും അടച്ച് സ്വീകരിച്ചു. ഉച്ചയ്ക്കുള്ള ഊണ് എന്താ ദീപുവേട്ടാ ചെയ്യാറ്? അവൾ ചോദിച്ചു. അത് ഞാൻ പുറത്തുനിന്ന് കഴിക്കാറാ പതിവ്. രാത്രിയിലെ ഭക്ഷണം മാത്രമേ ഇവിടെ നിന്ന് കഴിക്കാറുള്ളൂ. പിന്നെ ഞായറാഴ്ച പോലെ ഒഴിവുള്ള ദിവസവും. അവൻ പറഞ്ഞതും അവൾക്ക് അവനെക്കുറിച്ചോർത്ത് എന്തോ ഒരു നോവ് തോന്നി. എല്ലാവരും അങ്ങനെയാണോ? അവൾ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു. എല്ലാവരുമില്ല. ഞങ്ങൾ 2-3 പേര് പുറത്തുനിന്ന് കഴിക്കും. ബാക്കിയുള്ളവർ കൊണ്ടുവരും. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 8 പേര്. സത്യം പറഞ്ഞാൽ അരവിന്ദേട്ടനും രാജേഷേട്ടനും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാ ഇഷ്ടം. പക്ഷേ എന്നെ ഓർത്ത് അവരും കടയിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. എന്നെ ഒറ്റയ്ക്ക് വിടാൻ അവർക്ക് വയ്യ. ഇവിടത്തെ കാര്യമൊക്കെ അവർക്കറിയാം. അവരും കൂടി ഇല്ലായിരുന്നേൽ ഞാൻ ശരിക്കും തളർന്നു പോയേനേടോ. ആ, ഇനിയിപ്പോൾ എനിക്ക് നീയുണ്ടല്ലോ അല്ലേ? അവൻ അവളുടെ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടിയൊന്ന് ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ ഷർട്ട് നനച്ചു. അയ്യേ, എൻ്റെ ഗൗരിക്കുട്ടി കരയാണോ? അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. നമുക്ക് ആരുമില്ലല്ലേ? അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. സാരമില്ലടി, നമുക്ക് നമ്മൾ മതി. എനിക്ക് നീയും നിനക്ക് ഞാനും. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നിറഞ്ഞ കൺതടം അവൻ്റെ തള്ളവിരലാൽ തുടച്ചു കൊടുത്തു. പിന്നെ പതിയെ ആ നെറ്റിയിൽ ചുണ്ടമർത്തി. അവരോട് പറയണം നാളെ മുതൽ കടേന്ന് കഴിക്കേണ്ടെന്ന്. ഇന്നിനി വിളിച്ചു പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നാളെ മുതൽ ഞാൻ ഉണ്ടാക്കി തരാം. പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനൊരു ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു. അതേ, ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? എനിക്ക് പോകണ്ടേ? അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി. ഞാൻ ചായ എടുക്കാം. പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഒരു പ്ലേറ്റിലേക്ക് പുട്ടും കടലക്കറിയും വിളമ്പി. പപ്പടവും കാച്ചിയിരുന്നു. അതും 2 പ്ലേറ്റിലേക്ക് വെച്ചു. ഒരു ഗ്ലാസ്സിലേക്ക് കാപ്പിയും ഒഴിച്ചു കൊടുത്തു. ഹാളിലേക്ക് പോയില്ല. അവൻ അടുക്കളയിൽ തന്നെ ഒരു കസേരയിട്ട് ഇരുന്നു. ഒന്ന് മതിയടി. അവൾ വെച്ചു തന്ന 2 പപ്പടം നോക്കി അവൻ പറഞ്ഞു. കഴിക്കി, അവളും പറഞ്ഞു. നീ പല്ലു തേച്ചിരുന്നോടി? അവൻ ചോദിച്ചു. അവളൊന്ന് മൂളി. അവനൊരു ചെറിയ കഷ്ണം പുട്ട് കറിയും പപ്പടവും കൂട്ടി അവളുടെ നേർക്ക് നീട്ടി. അവൾ തറഞ്ഞു നിൽക്കുകയാണ്. എന്താടി നോക്കി നിൽക്കുന്നേ? വാ കാണിക്കേ. അവൻ പറഞ്ഞതും അവൾ അറിയാതെ തന്നെ അത് വായിലേക്ക് വാങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. കരയേണ്ട ഗൗരി. കരയാനാണേൽ നമ്മൾ 2 പേരും ഒത്തിരി കരയണം. നമുക്ക് കരച്ചിലൊന്നും വേണ്ട. നമ്മൾ ഇനിയാണ് ജീവിക്കാൻ പോകുന്നത്. അതിനിടയിൽ അമ്മയും ചേച്ചിയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു വരും. അതൊന്നും താൻ കാര്യത്തിലെടുക്കേണ്ട. അതെല്ലാം നമ്മൾ മനസ്സിലേക്കെടുക്കാൻ നിന്നാലാണ് നമുക്ക് സങ്കടമാവുക, കരയേണ്ടി വരിക. ഒത്തിരി കരഞ്ഞില്ലേ നീ? അതുകൊണ്ട് ഇനി നമുക്ക് അതൊന്നും വേണ്ട. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്. ഒരു പ്ലേറ്റ് ഇങ്ങെടുത്തേ. അവൻ പറഞ്ഞതും എന്തിനെന്നറിയില്ലെങ്കിലും അവളൊരു പ്ലേറ്റ് എടുത്തു കൊടുത്തു. എന്നിട്ട് അവൻ തന്നെ അതിലേക്ക് ഒരു കഷ്ണം പുട്ടും കറിയും പപ്പടവും വിളമ്പി. ഒരു ഗ്ലാസ്സിൽ കാപ്പിയും ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെന്ന് ഹാളിൽ നിന്നും ഒരു കസേര കൂടി എടുത്തുകൊണ്ട് വന്നു. എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് ഇത് കഴിക്കി, അവൻ പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ട ദീപുവേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം, അവൾ പറഞ്ഞു. അത് പറ്റില്ല ഗൗരി, നീ കഴിക്കി. എനിക്ക് ഇത്ര നേരത്തെ കഴിച്ച് ശീലമില്ല ദീപുവേട്ടാ, അതാ. അവൾ പറഞ്ഞതും അവനൊന്ന് അവളെ നോക്കി. ഇങ്ങനെയൊക്കെയല്ലേ ശീലമാകുന്നേ? ശീലമായില്ലെങ്കിൽ ശീലമാക്കണം ഗൗരി. കാരണം അമ്മയും ചേച്ചിയും എഴുന്നേറ്റാൽ പിന്നെ നിനക്ക് ചായ കുടിക്കാനൊന്നും സമയം കിട്ടില്ല. കിട്ടിയാലും അവരെന്തേലും പറഞ്ഞാൽ അതും കേട്ട് നീ ഒന്നും കുടിക്കാതെയിരിക്കും. ഇതാവുമ്പോൾ ഉച്ചവരെ എനിക്കൊരു സമാധാനമുണ്ടാകും. അവൻ പറയുമ്പോൾ അവൾക്ക് പിന്നെയൊന്നും പറയാനുണ്ടായിരുന്നില്ല.
തന്നെക്കുറിച്ച് ഓർത്താണ് അവൻ്റെ ആവലാതി മുഴുവൻ. അവളുടെ മനസ്സ് അവനോടുള്ള പ്രണയം കൊണ്ട് നിറഞ്ഞു. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. ചായ കുടിച്ച് എഴുന്നേറ്റ് അവർ ഹാളിലേക്ക് വന്നപ്പോഴും അമ്മയും ചേച്ചിയും എഴുന്നേറ്റ് വന്നിട്ടില്ല. അവനൊന്ന് വാച്ചിലേക്ക് നോക്കി. അവന് പണിക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അവരിപ്പോഴൊന്നും ഇറങ്ങി വരില്ല ഗൗരി, ഞാൻ ഇറങ്ങട്ടെ. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. നീ ഇങ്ങോട്ട് വന്നേ ഗൗരി. അവൻ അവളെ അരികിലേക്ക് വിളിച്ചു. അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നതും അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു. പേടിക്കേണ്ട, എൻ്റെ ഗൗരിക്കുട്ടി നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. നിനക്ക് വിശക്കുമ്പോൾ ആരെയും നോക്കേണ്ട. ഇവിടെ എന്താണോ ഉള്ളത് അതെടുത്ത് കഴിച്ചോണം. പിന്നെ അവർ ആ ജോലിയെടുക്ക് ഈ ജോലിയെടുക്ക് എന്ന് ഓർഡർ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ നീ അതുകേട്ട് വല്ലാതെ ജോലിയെടുക്കാൻ നിൽക്കേണ്ട. പിന്നെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. അതുകേട്ട് കരയാൻ നിൽക്കരുത്. നീ കരഞ്ഞാൽ എനിക്കെന്തോ സഹിക്കാൻ പറ്റില്ലടി. കുറച്ചു ദിവസത്തെ പരിചയമേ ഉള്ളൂവെങ്കിലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടാ. അവൻ പറഞ്ഞതും അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ഞാൻ പോയിട്ട് വേഗം വരാം. അതുവരെ പറഞ്ഞതൊന്നും മറന്നു പോയേക്കല്ലേടി. അവൻ പറഞ്ഞതും അവൾ ഇല്ലെന്ന് തലയാട്ടി. നിനക്ക് എന്തേലും വാങ്ങണോടി? അവൻ ചോദിച്ചു. ഒന്നും വേണ്ട, ഏട്ടനിങ്ങ് വേഗം വന്നേച്ചാൽ മതി. അവൾ പറഞ്ഞതും അവൻ അവളുടെ കവിളിലൊന്ന് തട്ടി. അവൻ ബൈക്കിൽ കയറി പോകുന്നതും നോക്കി അവൾ ഉമ്മറത്ത് തന്നെ നിന്നു. അവൻ്റെ വണ്ടി അങ്ങ് കണ്ണിൽ നിന്നും മറഞ്ഞപ്പോഴാണ് അവൾ അകത്തേക്ക് കയറിയത്. അടുക്കളയിൽ ചെന്ന് നോക്കി. പാത്രങ്ങളൊന്നും കഴുകാനില്ല. അമ്മയുടെ മുറി തുറന്ന ശേഷം അകമെല്ലാം അടിച്ചുവാരി തുടച്ചിടാമെന്ന് കരുതി. അതുകൊണ്ട് അവൾ അടുക്കളപ്പുറത്തു നിന്ന് മുറ്റം അടിച്ചു വാരാനുള്ള ചൂലുമെടുത്ത് മുൻവശത്തേക്ക് നടന്നു. അടിച്ചുവാരി കഴിഞ്ഞു വരുമ്പോൾ അമ്മയും ചേച്ചിയും എഴുന്നേറ്റ് ഹാളിൽ വന്നിരിപ്പുണ്ട്. ഇന്ന് ചായയ്ക്ക് പുട്ടും കടലക്കറിയും മതി. ഇന്നലെ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നോ? അവളെ കണ്ടതും അമ്മ ചോദിച്ചു. ഉവ്, പുട്ടും കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. അവൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് കരുതിയാണ് അമ്മ അങ്ങനെ ചോദിച്ചത്. എന്നാൽ അവൾ പറഞ്ഞത് കേട്ട് അവരൊന്ന് ഞെട്ടുകയും പിന്നീട് ദേഷ്യത്തോടെ പല്ലു കടിക്കുകയും ചെയ്തു. നിന്നോട് ആര് പറഞ്ഞു ഇന്ന് പുട്ടും കടലയും ഉണ്ടാക്കാൻ? നിന്റെ ഇഷ്ടത്തിന് വേണോ ഞങ്ങൾ കഴിക്കാൻ? ഇത് പറഞ്ഞത് ചേച്ചിയാണ്. സോറി, നാളെ മുതൽ അമ്മ പറയുന്നത് ഉണ്ടാക്കാം. ഇന്നെന്തായാലും അമ്മയ്ക്ക് പുട്ടും കടലക്കറിയും വേണമെന്നല്ലേ പറഞ്ഞത്? അവൾ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് നടന്നു. ഇനിയും അവിടെ നിന്നാൽ അവർ വേറെ എന്തെങ്കിലും പറയും. കണ്ടോ അമ്മേ, വന്നു കയറിയില്ല. അപ്പോഴേക്കും അടുക്കള പോലും അവളുടെ കയ്യിലായി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ചേച്ചി അമ്മയുടെ ഉള്ളിൽ വീണ്ടും വിഷം നിറയ്ക്കാൻ തുടങ്ങി. എടി, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞത് നീ കാണുന്നില്ലേ? വന്ന് പാത്രം എടുത്തു കൊണ്ടുപോയി കഴുകി വെക്ക്. ചായ കുടിച്ചു കഴിഞ്ഞതും ചേച്ചി അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവൾ വേഗം അടുക്കളയിൽ നിന്നും വന്ന് പാത്രം എടുത്തുകൊണ്ടുപോയി കഴുകി വെച്ചു. കാലിൽ പൊടി തട്ടിയിട്ട് കാല് നിലത്ത് വെക്കാൻ വയ്യ. ഇവിടെയൊന്ന് അടിച്ചെങ്കിലും വാരിക്കൂടെ? അവൾ പാത്രം കഴുകി കഴിഞ്ഞെന്ന് കണ്ടതും അമ്മ പറഞ്ഞു. രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചിടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അമ്മയുടെ മുറി ആ സമയം തുറന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവിടെ മാത്രം ഒന്നും ചെയ്യാതെ വേറെ എല്ലായിടത്തും അടിച്ചു വാരി തുടച്ചാൽ പിന്നെ അത് വേറെ പ്രശ്നമാകും. അത് കരുതിയാണ് അവൾ ചെയ്യാതെയിരുന്നത്. അവൾ വേഗം ചെന്ന് എല്ലായിടവും അടിച്ചു വാരി തുടച്ചിട്ടു. അത് കഴിയുമ്പോഴേക്കും അവൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം ഒറ്റ വലിക്ക് തന്നെ കുടിച്ചു തീർത്തു. ദേ, ഈ തുണി കൂടി ഒന്ന് അലക്കിയിട്ടേക്ക്, പറഞ്ഞുകൊണ്ട് ചേച്ചി അമ്മയുടെയും ചേച്ചിയുടെയും അലക്കാനുള്ള തുണികൾ അടുക്കളയിൽ ഇട്ടിരുന്ന കസേരയിലേക്കിട്ടു. പിന്നെ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ഞാനിതെന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമോ? തീരുമ്പോൾ പണി തരാൻ? അവൾ സങ്കടത്തോടെ ഓർത്തുപോയി. അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം, അതിൽ സന്തോഷമേയുള്ളൂ. പക്ഷേ ചേച്ചി ചെയ്യുന്നതും പറയുന്നതും മനഃപൂർവ്വം എന്ത് കാര്യത്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. എന്നാലും അവൾക്ക് ആരോടും ദേഷ്യമുണ്ടായിരുന്നില്ല, വെറുപ്പും തോന്നിയില്ല. എങ്കിലും ചെറുതല്ലാത്തൊരു സങ്കടം തോന്നിയിരുന്നു. പക്ഷേ ആ സങ്കടത്തെയെല്ലാം മാറ്റിമറിക്കാനുള്ളൊരു മരുന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതായിരുന്നു അവൻ. തന്നെ ചേർത്തു പിടിച്ച് നിനക്ക് ഞാനില്ലേ എന്ന് പറയുന്നവൻ. അവനെ ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ്, സന്തോഷമാണ്. അബൂക്ക വന്നപ്പോൾ അമ്മയും ചേച്ചിയും ചെന്ന് 2-3 വിധം മീൻ വാങ്ങിക്കൊണ്ട് വന്നു. അതെല്ലാം പല വിധത്തിലും അവളെക്കൊണ്ട് വെപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് അമ്മയ്ക്കും ചേച്ചിക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതെല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു.
ഇതിനിടയ്ക്ക് അവൾക്കൊന്ന് കുളിക്കാൻ പോലും സമയം കിട്ടിയില്ല. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരുടെ പാത്രം കൂടി കഴുകി വെച്ച ശേഷം അവൾ പോയി കുളിച്ചു വന്നു. കറി വെച്ചതും പൊരിച്ചതുമെല്ലാം കുറവാണ്. എങ്ങനെ നോക്കിയാലും ഇത്ര കണ്ടാൽ പോരാ. പിന്നെ ഭക്ഷണത്തിന് കണക്ക് വെക്കാൻ പാടില്ലെന്നല്ലേ? എങ്കിലും ഇത് വേണമെന്ന് വെച്ച് ചെയ്തതാണ്. രാത്രി ദീപു വന്നാൽ അവനൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അവൾ കഷ്ണമൊന്നും എടുത്തില്ല. കുറച്ച് കറി മാത്രം ചോറിലൊഴിച്ച് അവൾ ആ അടുക്കളപ്പടിയിലേക്കിരുന്നു. എന്തോ ആദ്യത്തെ ഉരുള ചോറ് കഴിക്കുമ്പോഴേ അവൾക്ക് ദീപുവിനെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതി തോന്നി. വല്ലാത്തൊരു സങ്കടം തൊണ്ടക്കുഴിയിൽ വന്നു നിൽക്കുന്നത് പോലെ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് വാർപ്പിനു മുകളിൽ കിടക്കുകയായിരുന്നു ദീപു. അവൻ്റെ നോട്ടം അപ്പുറത്തെ വീട്ടിലേക്കായിരുന്നു. എന്നും ഒരിടത്ത് നിൽക്കാതെ ഓടി നടന്ന് പണിയെടുത്തവളെ ഇന്നവിടെ കാണാനില്ല. അവളെ വഴക്ക് പറയുന്നത് കേൾക്കാനില്ല. ഒന്നും പറയാതെ കണ്ണുനീർ തുടച്ചു കളഞ്ഞ് ജോലിയെടുക്കുന്നവളെ കാണാനില്ല. വിശന്നിട്ട് പൈപ്പിൽ നിന്നും കയ്യിൽ വെള്ളം നിറച്ച് കുടിച്ചവളെ കാണാനില്ല. ഒറ്റയ്ക്ക് അടുക്കളത്തിണ്ണയിൽ വന്നിരുന്ന് രാവിലത്തെ ചായ ഉച്ചയ്ക്കും ഉച്ചയ്ക്കത്തെ ഊണ് വൈകുന്നേരവും കഴിക്കുന്നവളെ കാണാനില്ല. മാല എടുത്തെന്ന് കള്ളം പറഞ്ഞ് അടിച്ചപ്പോൾ നിലത്തു കിടന്ന് ഇനി തല്ലല്ലേ എന്നു പറഞ്ഞവളെ കാണാനില്ല. ഏറ്റവും ഒടുവിലായി തൻ്റെ മുഖത്തേക്ക് നോട്ടം എത്തുമ്പോൾ വെപ്രാളത്തോടെ നോട്ടം മാറ്റുന്നവളെ കാണാനില്ല. അവളിപ്പോൾ തൻ്റെ വീട്ടിൽ താൻ കെട്ടിയ താലിയും അണിഞ്ഞ് നെറുകിൽ സിന്ദൂരവുമായി നിൽക്കുന്നുണ്ട്. തൻ്റെ പ്രാണൻ. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് തോന്നി. അപ്പോഴാണ് അവൻ ഓർത്തത് അവളുടെ കയ്യിൽ ഫോണില്ലല്ലോ എന്ന്. എന്തായാലും വൈകിട്ട് പോകുമ്പോൾ അവൾക്കൊരു ഫോൺ വാങ്ങണം. പെട്ടെന്ന് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ തന്നെയൊന്ന് വിളിക്കാൻ ഒരു ഫോൺ അത്യാവശ്യമാണ്. അവൻ ഓർത്തു. വൈകുന്നേരമാകുന്നതുവരെ അമ്മയും ചേച്ചിയും ഓരോ പണികളായി അവളെക്കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ദീപു വരുമ്പോൾ താൻ കഷ്ടപ്പെടുന്നത് അവൻ കാണരുത് എന്ന് കരുതി അവൾ വേദന പുറത്തു കാണിക്കാതെ പണികളെല്ലാം ഒതുക്കി. വൈകുന്നേരം ദീപുവിൻ്റെ വണ്ടി മുറ്റത്തേക്ക് വന്നപ്പോഴേ ഗൗരി ഉമ്മറത്തേക്ക് ഓടി വന്നു. അത് കണ്ടതേ അവൻ്റെ മനസ്സ് നിറഞ്ഞു. അമ്മയെയും ചേച്ചിയെയും കാണുന്നില്ല, അകത്തായിരിക്കും, അവൻ കരുതി. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അവൻ അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പാടി. ഒരു നിമിഷം കൊണ്ട് അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നുപോയി. അവരെവിടെ? അവൻ പതിയെ ചോദിച്ചു. ഇത്രയും നേരം TV കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുറിയിലേക്ക് പോയതേയുള്ളൂ. അവൾ പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. നിനക്കെന്താ വയ്യേ? ഒത്തിരി തളർന്നോ? അവർ നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തിയോ? മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നു. അവളുടെ മുഖത്തെ ക്ഷീണം കണ്ട് അവൻ ആ നെറ്റിയിലെ മുടി ഒന്ന് ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ല ദീപുവേട്ടാ, ഏട്ടന് തോന്നുന്നതാ. അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം അവൾ പറയുന്നത് കള്ളമാണെന്ന്. ഉറപ്പാണല്ലോ അല്ലേ? അവൻ ചോദിച്ചു. ആ അതെ, ഉറപ്പ്, അവൾ പറഞ്ഞു. എന്നിട്ടും അവൻ അത്ര വിശ്വാസം വന്നിട്ടില്ല. കാരണം അവൻ്റെ അമ്മയെയും ചേച്ചിയെയും അവനറിയാം. അവളെ ഇട്ട് കഷ്ടപ്പെടുത്താൻ താനൊന്ന് പുറത്തു പോകാൻ വേണ്ടി അവർ കാത്തിരുന്നതാകും. അവൻ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ അവൻ തൻ്റെ കവറിൽ നിന്നും ഫോണിൻ്റെ കവറെടുത്ത് അലമാരയിലേക്ക് വെച്ചു. പിന്നെ പണിയെടുക്കുമ്പോൾ ഇടുന്ന അലക്കാനുള്ള ഡ്രസ്സിൻ്റെ കവറും എടുത്ത് പുറത്തേക്ക് നടന്നു. ചായ എടുക്കട്ടെ ദീപുവേട്ടാ? അവൾ ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് അലക്കിയിട്ട് വേഗത്തിൽ കുളിച്ചേച്ചും വരാം, അവൻ പറഞ്ഞതും അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങി. ഇത് ഞാൻ ചെയ്തോളാം. ദീപുവേട്ടൻ ചെന്ന് കുളിച്ചിട്ട് വാ. ചൂടുവെള്ളം വെക്കണോ കുളിക്കാൻ? അവൾ ചോദിച്ചു. അവൻ അവളുടെ കവിളിലൊന്ന് സ്നേഹത്തോടെ തട്ടി. ഏയ് വേണ്ട എൻ്റെ ഭാര്യയെ, അത്തരം ശീലങ്ങളൊന്നുമില്ല, അവൻ വീണ്ടും പറഞ്ഞു. അവൻ്റെ ആ ഭാര്യയെ വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. എന്നാ നീ ചെന്ന് ചായ ഇട്, അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചു വരാം, അവൻ പറഞ്ഞതും അവൾ അടുക്കളയിലേക്ക് നടന്നു. അവൻ കുളിച്ചു വരുമ്പോഴേക്കും അവൾ ചായ ഇട്ടിട്ടുണ്ട്. അവൾക്കൊപ്പം അടുക്കളപ്പുറത്തിരുന്ന് തന്നെ അവൻ ചായ കുടിച്ചു. എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നുമുണ്ട്. പക്ഷേ ഒന്നിനും വയ്യ. ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി അങ്ങനെയിരുന്നു. അവൻ ചായ കുടിച്ചു കഴിഞ്ഞതും ഗ്ലാസ് എല്ലാം കഴുകി വെച്ച ശേഷം അവൾ അവൻ്റെ ഷർട്ടും പാൻറ്റും ചെന്ന് അലക്കിയിട്ടു. അതിലാകെ ചെങ്കല്ലിൻ്റെ പൊടിയും പാറപ്പൊടിയുമൊക്കെയായിരുന്നു. അതിങ്ങനെ ആ ഡ്രസ്സിൽ നിന്നും ഇളകിപ്പോകുന്നത് കണ്ടപ്പോൾ അവൾക്കാകെ സങ്കടമായി. അവൻ അവൾ ചെയ്യുന്നതെല്ലാം നോക്കി ആ അടുക്കളപ്പടിയിൽ അങ്ങനെയിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് കൈയും കാലുമെല്ലാം കഴുകി അവൾ വന്നതും അവൻ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു.
ഞാനില്ലാതെ നിനക്ക് ബോറടിച്ചോ ഭാര്യയെ? അവൻ ചോദിച്ചു. വീണ്ടും ആ ഭാര്യ എന്നുള്ള വിളി അവളുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറി. അവൾ പതിയെ ഉണ്ടെന്ന് തലയാട്ടി. നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വാ. അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് വിടർന്നിരുന്നു. അവനൊരു നാരങ്ങമിഠായിയാണ് തരുന്നതെങ്കിലും അത് തനിക്ക് വലുതാണ്, അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അവൻ്റെ കൂടെ അവളും മുറിയിലേക്ക് ചെന്നു. മുറിയിലേക്ക് കയറിയതും അവൻ അകത്തുനിന്നും വാതിൽ ലോക്ക് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് വെറുതെ ഇങ്ങനെ കിടന്നപ്പോൾ നിന്നെ കാണാൻ തോന്നി. നിന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാൻ തോന്നി. പക്ഷേ അതിനൊരു ചാൻസും ഇല്ലല്ലോ. അമ്മയുടെയോ ചേച്ചിയുടെയോ ഫോണിലേക്ക് വിളിച്ചാൽ അതും ശരിയാകില്ല. അതുകൊണ്ട് വരുമ്പോൾ ഞാനൊരു ഫോണ് വാങ്ങി. പറഞ്ഞുകൊണ്ട് അവൻ അലമാരയിൽ നിന്ന് നേരത്തെ കൊണ്ടുവച്ച ഫോണിൻ്റെ കവർ പുറത്തെടുത്തു. ഇതിൽ സിം ഇട്ടിട്ടുണ്ട്. എൻ്റെ നമ്പർ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താവശ്യമുണ്ടേലും എന്നെ വിളിക്കണം. എനിക്കും വിളിക്കാലോ. കാണണമെന്ന് തോന്നുമ്പോൾ കാണാലോ. അവൻ അവൾക്ക് നേരെ ആ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അവനൊരു ചിരിയോടെ അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. അന്ന് വൈകുന്നേരം ചേച്ചി അമ്മയ്ക്കെന്തോ പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ വേണോ എന്നവർ ചോദിക്കുകയും ചെയ്തു. വേണമെന്ന് ചേച്ചി തർപ്പിച്ചു പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു. വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഹാളിൽ നിന്നും അമ്മയുടെ ഒരു നിലവിളി കേട്ടു. അയ്യോ, എൻ്റെ നെഞ്ച്! ദീപു, ഓടി വാ! ശബ്ദം കേട്ട് ഗൗരി അടുക്കളയിൽ നിന്നും ദീപു മുറിയിൽ നിന്നും ഓടി വന്നു. അവർ വന്ന ശേഷം ഇപ്പോൾ വരുന്നത് പോലെ അമ്മയുടെ മുറിയിൽ നിന്നും ചേച്ചിയും. അമ്മ സോഫയിൽ നെഞ്ചു തടവി വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മോനെ, എനിക്ക് വയ്യ. എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. മോൻ എന്നെ വിട്ടു പോകുമോ? പറഞ്ഞുകൊണ്ട് അമ്മ കണ്ണുകൾ അടച്ച് വല്ലാതെ വെപ്രാളം കാണിച്ചു. ദീപു ആകെ പരിഭ്രമിച്ചു പോയി. അവൻ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. അമ്മേ, എന്താ പറ്റിയത്? വാ, വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അമ്മ ഇടയ്ക്ക് കണ്ണു തുറന്ന് ഗൗരിയെ ഒന്ന് നോക്കി. ഗൗരി പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു. വെള്ളം, വെള്ളം. അമ്മ പറഞ്ഞതും ഗൗരി വേഗം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അമ്മ അത് വാങ്ങി കുടിച്ചു. കണ്ടില്ലേടാ, അമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോഴുള്ള സങ്കടം കൊണ്ടാ ഇങ്ങനെ വരുന്നത്. അമ്മയ്ക്ക് ഇപ്പോൾ വയ്യാതെ ആയത് നീ കാരണമാ. അമ്മയെ നീ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുകയാണല്ലോ, ചേച്ചി പറഞ്ഞു. ദീപു അത് കേട്ടില്ലെന്ന് നടിച്ചു. ഇപ്പോൾ വഴക്ക് കൂടി നിൽക്കേണ്ട സമയമല്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അമ്മേ, സമാധാനിക്ക്. നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കാം, ദീപു പറഞ്ഞു. എന്നാൽ അമ്മ ദീപുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. എൻ്റെ അരികിൽ നിന്നും നീ എങ്ങോട്ടും പോകാതിരുന്നാൽ മതി. നിന്നെ കാണാതാകുമ്പോൾ എനിക്കെന്തോ നെഞ്ച് വേദനിക്കുന്നത് പോലെ തോന്നുക. അമ്മ മോനെ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അത് വിചാരിച്ച് മോൻ അമ്മയെ വിട്ടിട്ട് പോകല്ലേ. അമ്മ അവൻ്റെ മുടിയിലൂടെ തലോടി കള്ളക്കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദീപുവിൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും. അവൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു വന്നു. ഇതെല്ലാം സത്യമാണെന്ന് അവൻ വിശ്വസിച്ചു പോയി. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ ഏൽക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കും ചേച്ചിക്കും തോന്നി. ദീപു അമ്മയ്ക്കരികിൽ തന്നെ ഇരുന്നു. ഗൗരിയെ ദീപുവിൽ നിന്നും അകറ്റാനുള്ള അമ്മയുടെയും ചേച്ചിയുടെയും അടവാണിതെന്ന് ദീപുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അമ്മയുടെ കണ്ണീരിലും ആ തലോടലിലും അവൻ വിശ്വസിച്ചു പോയിരുന്നു ഒരു നിമിഷം. അവനിടയ്ക്ക് ഗൗരിയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മയുടെ ഈ സങ്കടത്തിനും പ്രയാസത്തിനും കാരണം താനാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അവളുടെ മനസ്സിൽ എന്തെന്ന് മനസ്സിലാക്കിയതുപോലെ ദീപു അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. ഗൗരി അവനെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് പതിയെ അടുക്കളയിലേക്ക് നടന്നു. ദീപുവിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. ഒന്ന് ചെന്ന് അവളെ ആശ്വസിപ്പിക്കണമെന്ന് അവന് തോന്നി. എന്നാൽ അവനെ അവിടെ നിന്നും അനങ്ങാൻ സമ്മതിക്കാത്തതുപോലെ അമ്മ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. അമ്മയുടെ ആ നാടകം തങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ വിജയിക്കുന്നത് കണ്ട് ചേച്ചി ഒന്ന് മനസ്സിൽ നന്നായി പുഞ്ചിരിച്ചു. ഗൗരി ഒരു ഗ്ലാസ് ജീരകവെള്ളവുമായി അമ്മയുടെ അരികിലേക്ക് വന്നു. അമ്മേ, ഇത് ജീരകവെള്ളമാണ്. ഇതൊരിത്തിരി കുടിക്ക്. കുറച്ച് ആശ്വാസം കിട്ടും. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ ഗ്ലാസ് അമ്മയ്ക്ക് നേരെ നീട്ടി. അമ്മയ്ക്ക് ആ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കാനാണ് തോന്നിയത്. പക്ഷേ ദീപു നോക്കുന്നത് കണ്ട് അമ്മ പതിയെ അത് വാങ്ങി. ഗൗരിയുടെ ആത്മാർത്ഥമായ ആ പറച്ചിലും പ്രവൃത്തിയും ഒരു നിമിഷം അമ്മയെ അസ്വസ്ഥയാക്കി.
എങ്കിലും മകൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓരോന്നും ഓർക്കുമ്പോൾ തൻ്റെ നാടകം തുടരാൻ തന്നെ അവർ തീരുമാനിച്ചു. ഭക്ഷണമെല്ലാം അവർ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. 3 വിധം മീൻ വിഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായിരുന്നു അമ്മയും ചേച്ചിയും കൂടി അവൾക്ക് കൊടുത്ത പണിയാണിതെന്ന്. അവൻ അവളെ ദയനീയമായൊന്ന് നോക്കിയപ്പോൾ അവൾ അവനെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. അവൻ അവൻ്റെ പാത്രത്തിൽ നിന്നും ഒരു കഷ്ണം മീൻ പൊരിച്ചതുകൂടി അവളുടെ പ്ലേറ്റിലേക്ക് എടുത്തുവെച്ച് അത് കഴിക്കാൻ കണ്ണുകൊണ്ട് നോക്കി പേടിപ്പിച്ചു. രാത്രിയായപ്പോൾ അമ്മയുടെ കള്ള അസുഖം കുറച്ചുകൂടി കൂടി. തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്നും നെഞ്ചിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുന്നുണ്ടെന്നും പറഞ്ഞ് അമ്മ ഹാളിലെ സോഫയിൽ തന്നെ കിടന്നു. ദീപു മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ അവൻ്റെ കൈ വിടാതെ പിടിച്ചു. എൻ്റെ മോൻ ഇന്ന് ഇവിടെ കിടന്നാൽ മതി. ഇന്നൊരു ദിവസം മാത്രം. നീ എൻ്റെ അരികിൽ ഉണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സമാധാനമായേനെ. അമ്മ വല്ലാതെ തളർന്നതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ അത് പറഞ്ഞപ്പോൾ മാത്രം ദീപുവിന് ചെറിയൊരു സംശയം തോന്നി തുടങ്ങി. കാരണം വർഷങ്ങളായി ഈ വീട്ടിൽ ഇവർക്കൊപ്പം കഴിയുന്നവനാണ് അവൻ. അമ്മയ്ക്ക് എത്രയോ പ്രാവശ്യം വയ്യാതെ വന്നിരിക്കുന്നു. അന്നൊന്നുമില്ലാത്ത സ്നേഹവും പറച്ചിലുമാണ് ഇപ്പോൾ. ഇന്നേ വരെ അമ്മ തന്നോട് ഇത്രയും സ്നേഹം കാണിച്ചിട്ടില്ല. പണിയെടുത്തു കാശു കൊണ്ടു കൊടുക്കുമ്പോൾ മാത്രം സന്തോഷിക്കുന്ന അമ്മ ഇന്ന് പെട്ടെന്ന് തന്നെ വിട്ടുപിരിയാതെ കൂടെ ഇരുത്തുന്നത് എന്തിനാണെന്ന് അവന് ഏകദേശം മനസ്സിലായി. എങ്കിലും അങ്ങനെയാവരുതേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കൊതി. ഗൗരിയോടുള്ള ദേഷ്യം തീർക്കാനും തങ്ങളെ തമ്മിൽ അടുപ്പിക്കാതിരിക്കാനുമുള്ള ബുദ്ധിയാകാം ചിലപ്പോൾ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ വരേണ്ടതല്ലേ? അവന് സംശയമാണ്. എങ്കിലും അമ്മയല്ലേ എന്ന് കരുതി അവൻ അത് പുറത്തു കാണിച്ചില്ല. ശരി അമ്മേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മ ഉറങ്ങിക്കോ. അവൻ ശാന്തമായാണ് പറഞ്ഞതെങ്കിലും അവൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോൾ അരവിന്ദേട്ടനാണ്. എന്തോ അരവിന്ദേട്ടനോട് ആ സമയം അവന് വല്ലാത്തൊരു നന്ദി തോന്നിപ്പോയി. അവൻ സംസാരിച്ചിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് ആയതുകൊണ്ട് മാത്രം അമ്മയൊന്നും പറഞ്ഞില്ല. അവൻ പുറത്തു പോയെന്ന് ഉറപ്പായത് മുറിയിലായിരുന്ന ചേച്ചി പതിയെ ഹാളിലേക്ക് വന്നു. അമ്മ സോഫയിൽ കണ്ണടച്ചു കിടക്കുകയായിരുന്നു. ചേച്ചി അമ്മയുടെ അരികിൽ വന്നിരുന്ന് പതിയെ വിളിച്ചു. അമ്മ പതുക്കെ കണ്ണു തുറന്നു. അമ്മേ, അവൻ പോയോ? ചേച്ചി ചോദിച്ചു. ആ, ഒരു ഫോൺ വന്നപ്പോൾ ദേ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. അമ്മയുടെ ശബ്ദത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ക്ഷീണമൊന്നും ഇപ്പോൾ ഇല്ലായിരുന്നു. അമ്മേ, ഈ പിടി നമ്മൾ വിടരുത്. അവനെ അവളുടെ മുറിയിലേക്ക് പോകാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഇങ്ങനെ 2 ആഴ്ച നമ്മൾ പിടിച്ചു നിർത്തിയാൽ ആ പെണ്ണിന് മനസ്സിലാകും ഇവിടെ അവളുടെ ഒരു പരിപ്പും വേവില്ലെന്ന്. അവൻ ഇത്രയും കാലം നമുക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്? ഇനിയും അങ്ങനെ തന്നെ മതി. അത് ആ പെണ്ണിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അമ്മയുടെ അസുഖം ഇങ്ങനെ തന്നെ കുറച്ചു ദിവസം കൂടി കൊണ്ടുപോകണം. അവരെ തമ്മിൽ അടുക്കാൻ സമ്മതിക്കരുത്. ചേച്ചി വളരെ ഗൂഢാലോചനയോടെ പറഞ്ഞു. അത് ശരിയാ മോളെ. അവൾ വന്നതിൽ പിന്നെ അവൻ ആകെ മാറിപ്പോയി. എനിക്കാണെങ്കിൽ അത് സഹിക്കാനും പറ്റുന്നില്ല. നാളെയും ഞാൻ ഇങ്ങനെ തന്നെ കിടന്നോളാം. അവൾ അടുക്കളയിൽ പണിയെടുത്ത് തളർന്ന് അവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ. എൻ്റെ മോൻ എൻ്റെ അരികിൽ തന്നെ ഇതുപോലെ എന്നും ഉണ്ടാകണം. അമ്മയും ചേച്ചിയുടെ കൂട്ടുപിടിച്ചു. എന്നാൽ ഫോണും വിളിച്ചു നടന്ന ദീപു ജനലരികിൽ നിൽപ്പുണ്ടെന്നും ഈ സംസാരമെല്ലാം അവൻ കേൾക്കുന്നുണ്ടെന്നും അവർ വിചാരിച്ചിരുന്നില്ല ആ സമയം. അമ്മയുടെ അഭിനയം ഇത്രത്തോളം തരം താഴ്ന്നതാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സ്വന്തം മകൻ്റെ സന്തോഷം തകർക്കാൻ അമ്മയും ചേച്ചിയും കൂടി ഇത്രയും ക്രൂരമായ പ്ലാൻ ഇടുന്നത് കേട്ടപ്പോൾ അവന് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി. ഇന്നേ വരെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു ദോഷം പോലും ചെയ്തിട്ടില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂട്ടുനിന്നിട്ടേയുള്ളൂ. എന്നിട്ടും തന്നോടിങ്ങനെ ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നി? താൻ അവരുടെ മകൻ തന്നെയല്ലേ? ചേച്ചിയുടെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയല്ലേ? അവൻ വേദനയോടെ ഓർത്തുപോയി. അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വന്നു. അവൻ വരുന്നത് കണ്ടപ്പോൾ അമ്മയും ചേച്ചിയും ഞെട്ടിപ്പോയി. ചേച്ചി പെട്ടെന്ന് എഴുന്നേറ്റ് മാറി നിന്നു. അമ്മ വീണ്ടും അഭിനയം തുടങ്ങി. മോനെ വാ, അമ്മയുടെ അടുത്തിരിക്കെ, അമ്മ ദീപുവിനോട് പറഞ്ഞു. ദീപു ഒരു പുച്ഛത്തോടെ അമ്മയെ നോക്കി. അമ്മ ഇനി ഒരുപാട് അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട. അമ്മയും ചേച്ചിയും കൂടി പറഞ്ഞതൊക്കെ ഞാൻ പുറത്തുനിന്നു കേട്ടു. എൻ്റെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വിഷമമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഒരു അമ്മയ്ക്ക് എങ്ങനെയാ ഒരു മോനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ദീപുവിൻ്റെ ചോദ്യം കേട്ട് അമ്മയും ചേച്ചിയും ധരിച്ചു നിന്നുപോയി. കള്ളത്തരം പിടിക്കപ്പെട്ടതിൻ്റെ ജാള്യത അവരുടെ മുഖത്തുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് ഇതെല്ലാം കേട്ട ഗൗരി തറഞ്ഞു നിന്നുപോയി. ദീപു ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു.
വാ ഗൗരി, മതി പണിയെടുത്തത്. ഇനി എന്തേലും ഉണ്ടേൽ നാളെ ചെയ്യാം. നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോകാം. അമ്മയ്ക്ക് ഒരു അസുഖവുമില്ല. ഇല്ലാത്ത അസുഖത്തിന് കൂട്ടിരിക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞുകൊണ്ട് അവൻ ഗൗരിയുടെ കൈയും പിടിച്ച് മുറിയിലേക്ക് നടന്നു. അമ്മയും ചേച്ചിയും ഒന്നും മിണ്ടാൻ പറ്റാതെ പരസ്പരം നോക്കി അവിടെ തന്നെ നിന്നു. മുറിയിൽ കയറി വാതിൽ അടച്ചതും അവൻ ചെന്ന് കട്ടിലിന്റെ ഒരു അറ്റത്ത് തലയിൽ കൈവച്ച് തളർന്നിരുന്നു പോയി. സ്വന്തം അമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പുറത്തു നടന്ന കാര്യങ്ങൾ കേട്ട ഗൗരിയുടെ ഉള്ളിലും സങ്കടമുണ്ടായിരുന്നു. എങ്കിലും ദീപുവിൻ്റെ ആ മുഖം കണ്ടപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു അലിവ് തോന്നി. അവൾ പതിയെ അവൻ്റെ അരികിൽ ചെന്ന് നിലത്തിരുന്നു. എന്നിട്ട് അവൻ്റെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി പതിയെ തലോടി. ദീപുവേട്ട, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അമ്മയല്ലേ, സാരില്ല. നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഏട്ടനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാവും അമ്മ അങ്ങനെ ചെയ്തത്. അത് സാരമില്ല ഏട്ടാ. അവൾ വളരെ ശാന്തമായി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ദീപു തലയുയർത്തി അവളെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നഷ്ടപ്പെടുമെന്ന പേടിയല്ല ഗൗരി, ഇത് വെറും സ്വാർത്ഥതയാണ്. ഞാനെന്നും അവരുടെ നിഴലിൽ ഒരു യന്ത്രമായി കഴിയണമെന്ന ആഗ്രഹമാണ്. നിന്നെ ഈ വീട്ടിൽ നിന്ന് പുകച്ചു പുറത്താക്കി എന്നെ വീണ്ടും ഒറ്റയ്ക്കാക്കണം. അതാണ് അമ്മയ്ക്ക്. അമ്മയുടെ ഉള്ളിൽ ഇത്രയും ദേഷ്യവും വെറുപ്പും കുത്തിനിറയ്ക്കുന്നത് ചേച്ചിയാണ്. ചേച്ചിയെ ഞാൻ കണക്കിലെടുക്കുന്നില്ല. പക്ഷേ സ്വന്തം അമ്മ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നേരത്തെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് അമ്മയുടെ സ്നേഹമാണെന്ന് ഞാൻ വെറുതെ വിശ്വസിച്ചു പോയി, വെറുതെ കൊതിച്ചു പോയി. ഇപ്പോൾ ഞാൻ കാരണം നീയും. അവിടെയോ നിനക്ക് സ്വൈര്യവും സമാധാനവും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവിടെയും. അവൻ പറയുന്നത് കേട്ടതും ഗൗരി എഴുന്നേറ്റ് അവൻ്റെ അരികിലിരുന്നു. പിന്നെ പതിയെ അവൾ അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. ഏട്ടൻ എന്തിനാ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് ഒരു വിഷമവുമില്ല. ഇത്രയും കാലം സ്നേഹം എന്താണെന്ന് അറിയാതെ ജീവിച്ചവളാ ഞാൻ. പക്ഷേ ഇപ്പോൾ എന്നെ ചേർത്ത് പിടിക്കാൻ ഏട്ടനുണ്ടല്ലോ. ഏട്ടൻ്റെ ഈ ഒരു മനസ്സ് മാത്രം മതി എനിക്ക്. അത് മതി എനിക്ക് ഏതൊരു കഷ്ടപ്പാടും സഹിക്കാൻ. നമ്മൾ ഒരുമിച്ചല്ലേ, അതുപോരെ. അവളുടെ ആ വാക്കുകൾ ദീപുവിൻ്റെ ഉള്ളിലെ ഭാരം പകുതിയും ഇറക്കി വെച്ചതുപോലെയായിരുന്നു. എങ്കിലും ഞാൻ ഇവരുടെ ആരുമല്ലേ? ഇവർക്ക് എന്നോട് ഒരല്പം പോലും ദയയും സ്നേഹവുമില്ലേ? അവൻ ചോദിച്ചു പോയി. ഇങ്ങോട്ട് നോക്ക് ദീപുവേട്ട. അവൾ അവൻ്റെ മുഖം തനിക്ക് നേരെ തിരിച്ചു. രാവിലെ ദീപുവേട്ടൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന്? എനിക്ക് ദീപുവേട്ടനും ദീപുവേട്ടന് ഞാനും. നമുക്ക് അങ്ങനെ ജീവിക്കാം. അങ്ങനെ മതി. ആരൊക്കെ ഉണ്ടായാലും ഇല്ലേലും എൻ്റെ അന്ത്യം വരെ ഞാൻ ദീപുവേട്ടൻ്റെ കൂടെയുണ്ടാകും. എൻ്റേത് മാത്രം. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ. അവളുടെ നെഞ്ചിൻ ചൂടിലേക്ക് മുഖം അമർന്നതും അവനൊന്ന് വിറച്ചുപോയി. അതേ വിറയൽ അവളിലും ഉണ്ടായെങ്കിലും അവൾ അവനെ അകറ്റി മാറ്റിയില്ല. ഒന്നുകൂടി ചേർത്ത് പിടിച്ചതേയുള്ളൂ. അല്പം സമയം കഴിഞ്ഞ് ആ വിറയലൊന്ന് ഒതുങ്ങിയെന്ന് മനസ്സിലായതും അവൻ കണ്ണുകൾ മാത്രം ഒന്ന് ഉയർത്തി അവളെ നോക്കി. ആ നിലാവെളിച്ചത്തിൽ അവളുടെ കണ്ണുകളിലെ സ്നേഹം അവൻ വ്യക്തമായി കണ്ടു. പതുക്കെ അവൻ്റെ കൈകൾ അവളുടെ കവിളിലൊന്ന് തൊട്ടു. നിന്നെപ്പോലെ ഒരാളെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഗൗരി. എനിക്ക് എന്തിഷ്ടമാണെന്ന് അറിയോ? അവൻ പതിയെ മന്ത്രിച്ചു. എനിക്കും. അവളുടെ സ്വരവും നേർത്തുപോയി. അവൻ രണ്ടു കൈകൊണ്ടും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളൊന്ന് വിറച്ചുകൊണ്ട് അവനെ നോക്കി. നോട്ടം തമ്മിലിടഞ്ഞതും രണ്ടുപേരിലും ഒരു വിറയൽ, വെപ്രാളം. അവൻ പതിയെ മുഖമുയർത്തി അവളുടെ നെറ്റിയിൽ പതിയെ ഒന്ന് ചുംബിച്ചു. ഗൗരിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയതുപോലെ തോന്നി. ഗൗരി, അവൻ പതിയെ വിളിച്ചു. അവളൊന്ന് മൂളി. എന്നെ നേരത്തെ പിടിച്ചതുപോലെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാവോ? നല്ല രസം. അവനൊരു കളിയോടെ പറഞ്ഞതും അവൾ വീണ്ടും വിറച്ചുപോയി. പ്ലീസ് ഗൗരി, എൻ്റെ നല്ല ഭാര്യയല്ലേ? അവനൊരു കൊച്ചു കുഞ്ഞിനെപ്പോലെ ചോദിച്ചതും അവളൊരു നേർത്ത പുഞ്ചിരിയോടെ തന്നെ അവനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അവൻ അവളുടെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിലൂടെ എഴഞ്ഞു നടന്നു. അല്പം മുൻപ് വരെ ഉണ്ടായിരുന്ന ദേഷ്യവും വിഷമവുമെല്ലാം ആ പ്രണയ നിമിഷങ്ങളിൽ പതിയെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി. ഗൗരി, നീ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോകില്ലല്ലോ? അവൻ അവളുടെ കാതിൽ പതിയെ ചോദിച്ചു. മറുപടിയായി അവൾ അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇല്ല, ഒരിക്കലും പോവില്ല. എനിക്ക് വേണം. എൻ്റേത് അവൾ പറഞ്ഞു. ഉറപ്പല്ലേടി? അവൻ വീണ്ടും ചോദിച്ചു.
എന്തോ ഈ സ്നേഹവും കരുതലുമില്ലാതെ ഇനി തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അവന് തോന്നിപ്പോയി. ഉറപ്പ്. അവളുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ദീപു പതിയെ തലയുയർത്തി അവളെ നോക്കി. തൻ്റെ പെണ്ണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒരു തണുത്ത മഴ പെയ്തതുപോലെ, നനവ് അറിഞ്ഞിട്ടില്ലാത്ത വരണ്ട മണ്ണിലേക്ക് ആരോ വെള്ളം കോരി ഒഴിച്ചതുപോലെ, ആദ്യമായി അവനും അവളും സ്നേഹമെന്തെന്ന് അറിഞ്ഞു തുടങ്ങുകയായിരുന്നു. ആ നിശബ്ദമായ രാത്രിയിൽ ആ മുറിക്കുള്ളിൽ അവർ മാത്രമായി. പുറം ലോകത്തിൻ്റെ കലഹങ്ങളോ അമ്മയുടെയും ചേച്ചിയുടെയും വെറുപ്പോ ഒന്നും അവരെ ബാധിച്ചില്ല. എല്ലാ അർത്ഥത്തിലും അവർ പരസ്പരം തിരിച്ചറിയുകയായിരുന്നു, പരസ്പരം ഒന്നായി മാറുകയായിരുന്നു. ദീപുവിൻ്റെ ഓരോ സ്പർശനത്തിലും ഗൗരി ഒരു പുതിയ ലോകത്താണെന്ന് തോന്നി. അത്രയും കാലം താൻ അനുഭവിച്ച ഏകാന്തതയ്ക്കും വേദനയ്ക്കുമുള്ള മരുന്നായിരുന്നു ദീപുവിൻ്റെ ആ സ്നേഹം. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെ പുതിയ ലോകത്തേക്ക് ആ രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തു തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഗൗരിയാണ് ആദ്യം ഉണർന്നത്. തലേന്ന് രാത്രിയിൽ നടന്നതെല്ലാം ഓർത്തപ്പോൾ അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖവും ചേർത്ത് വെച്ചാണ് അവൾ കിടക്കുന്നത്. എന്തോ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കാൻ തോന്നുന്നത് പോലെ. അവൻ്റെ മുഖമാകെ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. പിന്നെ നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന ആ മുടിയെല്ലാം പതിയെ ഒതുക്കി വെച്ച് ആ നെറ്റിത്തടത്തിൽ പതിയെ ചുണ്ടു ചേർത്തു. എന്തോ നാണം കൊണ്ടവൾ പിടഞ്ഞുപോയി. എഴുന്നേറ്റ് പോകാൻ വേണ്ടിയാണ് ഈ ഉമ്മയും തലോടലുമെങ്കിൽ അത് വേണ്ട എൻ്റെ ഭാര്യയെ. കണ്ണു തുറക്കാതെ തന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി ഇറുക്കെ പുണർന്നു. അവനപ്പോൾ ഉണർന്നു കിടക്കുകയായിരുന്നോ എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നിപ്പോയി. ഇവിടെ കിടക്കടി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ തല അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അമർത്തി വെച്ചു. ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല അവൻ. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ അവളുടെ കൈകളും അവനെ ചുറ്റിപ്പിടിച്ചു. എൻ്റേത്, അവളുടെ ഹൃദയം പറയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അടുക്കളയിലേക്ക് ചെന്നു. അമ്മയും ചേച്ചിയും എഴുന്നേറ്റിട്ടില്ല. അവൾ വേഗം പതിവ് കട്ടൻ കാപ്പി ഇട്ടുകുടിച്ചു. ഇന്നു മുതൽ ദീപുവിന് ഉച്ചക്കത്തേക്കുള്ള ഊണും കൊണ്ടുപോകണം. അവൾ വേഗം പണികൾ ഓരോന്നും ചെയ്തു തുടങ്ങി. പെട്ടെന്നാണ് പിന്നിലൂടെ ഒരു കൈ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചത്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഗുഡ് മോർണിംഗ് ഭാര്യയെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കാതിലായി ചുണ്ടു ചേർത്തു. അവളുടെ മുഖം വീണ്ടും ചുവന്നു തുടുത്തു. ഞാനിങ്ങനെ അടുത്തൊന്ന് വരുമ്പോഴേക്കും നീ ഇങ്ങനെ ചുവന്നു തുടുത്താൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും എൻ്റെ ഗൗരിയെ. അവളുടെ നാണം കൊണ്ട് ചുവന്നു തുടുത്ത മുഖം കണ്ട് അവൻ അവളുടെ കാതിലായി തന്നെ പറഞ്ഞു. ആ ആരെങ്കിലും കാണും. അവൾ പതിയെ പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ചൂടുള്ള കാപ്പി ഒഴിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് വാങ്ങിക്കൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. നീ കുടിച്ചിരുന്നോ? അവൻ ചോദിച്ചു. കുടിച്ചതാ, അവൾ പറഞ്ഞതും അവൻ ഒരിറക്ക് കുടിച്ചു. പിന്നെ ആ ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്കും ഒന്ന് മുട്ടിച്ചു കൊടുത്തു. ഞാൻ കുടിച്ചതാ ദീപുവേട്ടാ, അവളൊരിറക്ക് കുടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് എന്തോ വീഴുന്നൊരു ഒച്ചയും അതിൻ്റെ കൂടെ അമ്മയുടെ കരച്ചിലും കേട്ടത്. ദീപുവും ഗൗരിയും ഒരു ഞെട്ടലോടെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും ഹാളിൽ വീണു കിടക്കുന്ന അമ്മയെയാണ് കണ്ടത്. ഗൗരിയും ദീപുവും അവിടെ കൂടി. അയ്യോ അമ്മേ, എന്താ പറ്റിയത്? അവൾ അമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ എൻ്റെ കാല്, അമ്മ ആർത്തു കരഞ്ഞു. അവരാകെ വിയർത്തു പോയിരുന്നു. ദീപുവേട്ട, അമ്മയുടെ കാലിനെന്തോ പറ്റിയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, അവൾ പറഞ്ഞു. ദീപുവും ആകെ പേടിച്ചു പോയിട്ടുണ്ട്. പേടിക്കേണ്ട അമ്മേ, ഒന്നും പറ്റിയിട്ടില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ട്ടോ, അവൻ പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് വീടിനടുത്തുള്ള അവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല, അമ്മയ്ക്ക് വെള്ളം വേണോ? അവൾ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവർ വെള്ളം വേണമെന്ന് തലയാട്ടി. കൂട്ടത്തിൽ അമ്മ വേദന കൊണ്ട് ഗൗരിയുടെ കൈകളിൽ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയുടെ മനസ്സിൽ ദേഷ്യമോ പകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ആ വേദനയിൽ തന്നെ താങ്ങാൻ ഒരാളുണ്ടെന്ന ആശ്വാസം മാത്രമായിരുന്നു. ദീപുവേട്ട, ആ ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ, അവൾ പറഞ്ഞതും ദീപു വേഗം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അമ്മയെ കുടിപ്പിച്ചു. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന ചേച്ചി ഹാളിൽ കണ്ട കാഴ്ചയിൽ ഒന്ന് അമ്പരന്നു പോയി. താനും അമ്മയും വെറുത്തിരുന്ന ഗൗരിയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നാണ് അമ്മ കരയുന്നതെന്ന് കണ്ട് ചേച്ചിക്ക് വിറഞ്ഞു കയറി. അതാണ് ചേച്ചിയെ ദേഷ്യം പിടിച്ചത്. അല്ലാതെ തറയിലിരുന്ന് കരയുന്ന അമ്മയ്ക്ക് എന്തു പറ്റി എന്നതല്ല. ഒരു നിമിഷത്തിനു ശേഷം പെട്ടെന്ന് ചേച്ചി കരച്ചിൽ തുടങ്ങി. അയ്യോ എൻ്റെ അമ്മേ, അമ്മയ്ക്ക് എന്തു പറ്റി? എങ്ങനെയാ വീണത്? ചേച്ചി ഓടി വന്ന് അമ്മയുടെ അരികിലേക്കിരുന്നു.
ദീപു അമ്മയെ എടുത്ത് കാറിലേക്ക് മാറ്റാനുള്ള തിടുക്കത്തിലായിരുന്നു. കാല് അപ്പോഴേക്കും നീര് വെച്ച് വന്നിരുന്നു. അമ്മയുടെ കാലിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ദീപുവിന് മനസ്സിലായി. ആശുപത്രിക്കാരിയുമായതുകൊണ്ട് തന്നെ ഗൗരി ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് ചേച്ചി ഒന്നും പറഞ്ഞില്ല. കാലിൻ്റെ എല്ലിന് നല്ലൊരു പൊട്ടുണ്ട്. കുറച്ചു കാലം ബെഡ് റെസ്റ്റ് വേണം. കാലിൽ പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എക്സ്റേ എടുത്തു നോക്കിയ ശേഷം ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി കുറച്ചു നാളത്തേക്ക് അമ്മയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയില്ല. ചേച്ചി അമ്മയുടെ അരികിലിരുന്ന് കരയുന്നുണ്ടെങ്കിലും അമ്മയെ ശുശ്രൂഷിക്കാനോ ഡ്രസ്സ് മാറ്റിക്കൊടുക്കാനോ അമ്മയുടെ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും ചേച്ചിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അത് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഗൗരിയാണ് അമ്മയ്ക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും മരുന്നുമൊക്കെയായി ഓടി നടന്നത്. അമ്മ കട്ടിലിൽ കിടക്കുമ്പോൾ ഗൗരി പതിയെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ മുഖത്ത് ഇപ്പോഴും ആ വേദനയുടെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഗൗരി ഒരു പാത്രത്തിൽ ചൂടുവെള്ളവുമായി വന്ന് അമ്മയുടെ മുഖവും കാലും കൈയുമെല്ലാം തുടച്ചു കൊടുക്കാൻ തുടങ്ങി. താൻ ഇത്രയും ഉപദ്രവിച്ചിട്ടും നാടകം കളിച്ച് ചതിക്കാൻ നോക്കിയിട്ടും ഗൗരി തന്നെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങി. പക്ഷേ അത് പുറത്തു കാണിക്കാൻ അപ്പോഴും എന്തോ ഒന്ന് അമ്മയെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ചേച്ചി അപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നീ ഇത് ചെയ്തു കൊടുക്ക് ഗൗരി, എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ് ചേച്ചി പതുക്കെ അവിടുന്ന് മുങ്ങി. അമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആപത്ത് വന്നപ്പോൾ കൂടെയുള്ളത് താൻ ഓമനിച്ചു വളർത്തിയ മകളല്ല, മറിച്ച് താൻ പുറത്താക്കാൻ നോക്കിയ മരുമകളാണെന്ന തിരിച്ചറിവ് അമ്മയുടെ മനസ്സിൽ പതുക്കെ വേരൂന്നി തുടങ്ങി. അമ്മ കട്ടിലിൽ തളർന്നു കിടപ്പാണ്. ചേച്ചി എപ്പോഴും അമ്മയുടെ അരികിൽ തന്നെ ഉണ്ടാകും. പക്ഷേ അത് വെറും ഒരു ഇരിപ്പ് മാത്രമായിരുന്നു. അമ്മയ്ക്ക് ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അമ്മയുടെ ആവശ്യങ്ങൾ ചെയ്യാനോ ചേച്ചി തയ്യാറായില്ല. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഗൗരി തന്നെ ചെയ്യണം എന്നൊരു വാശി ചേച്ചിക്കുണ്ടായിരുന്നു. താൻ പണിയൊന്നും എടുക്കില്ലെന്നും അമ്മയെ നോക്കുന്നതടക്കം വീട്ടിലെ എല്ലാ ജോലിയും ഗൗരിയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുമായിരുന്നു ചേച്ചിയുടെ ഭാവം. ഇതെല്ലാം കട്ടിലിൽ കിടന്ന് ശ്രദ്ധിക്കുന്ന അമ്മയുടെ നെഞ്ച് വിങ്ങി. ദീപു ഗൗരിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അവർ ഓർത്തുപോയി. മകൾക്ക് വേണ്ടി ജീവിച്ചിട്ടും അവളെ മാത്രം സ്നേഹിച്ചിട്ടും തനിക്കൊരു ആപത്ത് വന്നപ്പോൾ അവൾ കാണിക്കുന്ന ഈ മടുപ്പും അനാസ്ഥയും അമ്മയുടെ നെഞ്ച് പൊള്ളിച്ചു. തൻ്റെ ഒടുങ്ങാത്ത സ്നേഹത്തിന് മകൾ നൽകുന്ന മറുപടി ഇതാണോ എന്നോർത്ത് അവരുടെ കണ്ണ് നിറഞ്ഞു വന്നു. താൻ തൻ്റെ മരുമകളെ പോയിട്ട് മകനെ പോലും സ്നേഹിച്ചിട്ടില്ല. അവളെ അവനിൽ നിന്നും അകറ്റി അവനെ തങ്ങൾക്ക് മാത്രം കിട്ടണമെന്നായിരുന്നു മനസ്സിൽ. അതും ആർക്കു വേണ്ടി? അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മയുടെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നത് കണ്ടതും അരികിലുണ്ടായിരുന്ന ഗൗരി പരിഭ്രമത്തോടെ അമ്മയ്ക്ക് അരികിലേക്ക് വന്നു. അവൾ പതിയെ അമ്മയുടെ കണ്ണ് തുടച്ചു കൊടുത്തു. എന്താ അമ്മേ, ഒത്തിരി വേദനിക്കുന്നുണ്ടോ? ഞാനൊന്ന് തടവി തന്നാൽ മതിയോ? ഗൗരി വല്ലാത്തൊരു ആർദ്രതയോടെ ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേട്ടതും അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. വേദന കാലിനല്ല മനസ്സിലാണെന്ന് അവളോട് എങ്ങനെ പറയും? ഒന്നുമില്ല എന്ന് വെറുതെ തലയാട്ടി അവർ കണ്ണുകൾ അടച്ചു കിടന്നു. ഗൗരിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്ന് അവർക്ക് തോന്നിപ്പോയി. താൻ അത്രയേറെ ദ്രോഹിച്ച ആ പെണ്ണ് തനിക്ക് വേണ്ടി ഉറക്കമില്ലാതെ ഓടി നടക്കുന്നു. സ്വന്തം മകൾ ഫോണിലും കളിച്ച് വെറുതെ ഇരിക്കുമ്പോഴാണ് ഗൗരിയുടെ ഈ കരുതൽ. അപ്പോഴാണ് ചേച്ചി അവിടേക്ക് കയറി വന്നത്. വന്ന പാടെ ഗൗരിയുടെ നേരെ തട്ടിക്കയറി. എടി, നിന്നോട് എത്ര നേരമായി ഞാനൊരു ചായ ചോദിച്ചിട്ട്? അമ്മയ്ക്ക് ആവശ്യമില്ലാത്തപ്പോഴും ഇവിടെ എങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ? പണിയെടുക്കാൻ അവൾക്ക് വയ്യ, അത്ര തന്നെ. ചേച്ചി ദേഷ്യത്തോടെ ചോദിച്ചു. ഗൗരി ഒന്ന് പകച്ചുപോയി. ചേച്ചി ചായ ചോദിച്ചില്ലല്ലോ, ഞാൻ ഇപ്പോൾ എടുത്തു തരാം, ഗൗരി പറഞ്ഞു. ഞാൻ ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത് നിനക്കാണോ അറിയുന്നേ? അധികം വർത്തമാനം പറയാതെ പോയി ചായ ഇട്, ചേച്ചി ആജ്ഞാപിച്ചു. ഗൗരി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അവളൊന്ന് തലയാട്ടി പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. അമ്മ കണ്ണുകൾ തുറന്നില്ലെങ്കിലും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സ്വന്തം മകൾ ഒരു വേലക്കാരിയോടെന്ന പോലെ ഗൗരിയോട് പെരുമാറുന്നത് കേട്ടപ്പോൾ അവരുടെ നെഞ്ച് വീണ്ടും വേദനിച്ചു. താനും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എല്ലാവരെയും മനസ്സിലാക്കാൻ തനിക്ക് ഇങ്ങനെയൊരു വീഴ്ച പറ്റേണ്ടി വന്നു. അന്ന് ആദ്യമായി അവർക്ക് വീണതും കാലിൻ്റെ എല്ലു പൊട്ടിയതും ഓർത്ത് സമാധാനം തോന്നി. താൻ വളർത്തിയെടുത്തത് ഇങ്ങനെയൊരു മകളെയാണല്ലോ എന്നോർത്ത് അവർക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നി.
മനസ്സാകെ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. ഗൗരി പോയി കഴിഞ്ഞതും ചേച്ചി അമ്മയുടെ അരികിലേക്ക് വന്ന് പതിയെ വിളിച്ചു. അമ്മേ, അമ്മ ഉറങ്ങിയോ? അമ്മ ഒന്നും മിണ്ടിയില്ല. ഒരു മറുപടി കൊടുക്കാൻ പോലും അവർക്ക് തോന്നുന്നില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. തൻ്റെ ഉള്ളിലെ സങ്കടം മകൾക്ക് മനസ്സിലാകില്ലെന്ന് അവർക്ക് ഉറപ്പായി. അമ്മ ഒന്നും മിണ്ടാതെ വന്നപ്പോൾ അമ്മ ഉറങ്ങുകയാണെന്ന് കരുതി ചേച്ചി പതിയെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപായി ദീപു അമ്മയുടെ മുറിയിലേക്ക് വന്നു. ഗൗരി അമ്മയ്ക്ക് ചായ കൊടുക്കുകയായിരുന്നു അപ്പോൾ. അമ്മേ, ഞാനിറങ്ങുക. അമ്മയ്ക്ക് എന്തേലും ആവശ്യമുണ്ടെൽ ഗൗരിയോട് പറഞ്ഞാൽ മതിയിട്ടോ, അവൾ ചെയ്തു തരും. ഗൗരിയെ ഒന്ന് നോക്കിക്കൊണ്ട് ദീപു പറഞ്ഞു. അമ്മയൊന്ന് തലയാട്ടി. എന്നാ ഞാനിറങ്ങുക, ദീപു പറഞ്ഞു. അവൾ അമ്മയെ ഒന്ന് നോക്കി. ചെല്ല്, അമ്മ പറഞ്ഞു. അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു, കൂട്ടത്തിൽ നിറയുകയും ചെയ്തു. അതു കണ്ടതും അമ്മയ്ക്ക് വീണ്ടും കുറ്റബോധം തോന്നി. അവൾ ദീപുവിന് അരികിലെത്തിയതും അവനൊരു കൈകൊണ്ട് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. താങ്ക്സ് ഗൗരി, പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകയിലൊന്ന് ചുണ്ടമർത്തി. അവൾ അവനെ പ്രണയത്തോടെ നോക്കി. എത്തിയിട്ട് വിളിക്കണേ, അവൾ ഓർമ്മിപ്പിച്ചു. അവൻ തലയാട്ടി. ഇത് പതിവാണ്. രാവിലെ അവിടെ എത്തിയാലും ഉച്ചയ്ക്കും വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും വിളിക്കും. സുരക്ഷിതമായി അവിടെ എത്തിയെന്ന് അവളെ അറിയിക്കാനാണ്. അവൾ പറഞ്ഞിട്ടാണെങ്കിലും അതിലും ഒരു സുഖമുണ്ടെന്ന് അവനറിയാം. അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നിട്ടും ചേച്ചിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിരുന്നില്ല. ചോറ് വെച്ചപ്പോൾ അവൾ അതിൽ നിന്നും കുറച്ച് കഞ്ഞി എടുത്തു വെച്ചു. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് കൂടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് അച്ചാറും പപ്പടവുമായി അമ്മയുടെ മുറിയിലേക്ക് വന്നതാണ് അവൾ. ഈ കഞ്ഞി ഇത്തിരി കുടിക്കുക അമ്മേ, അവൾ പറഞ്ഞുകൊണ്ട് പാത്രം അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം അമ്മയ്ക്ക് അരികിലെ കസേരയിലേക്കിരുന്നു. അലക്കി കഴിഞ്ഞോ? അവളുടെ മുഖത്തെ ക്ഷീണം കണ്ട് അമ്മ ചോദിച്ചു. ദേ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. നീ എന്തേലും കുടിച്ചോ? അമ്മ ചോദിച്ചു. ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംസാരമൊക്കെയുണ്ട്. അവൾക്കറിയാം അമ്മയുടെ ഉള്ളിൽ അവളോടുള്ള ഇഷ്ടക്കേടൊക്കെ മാറി ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എത്ര ജോലിയെടുത്താലും അവളുടെ ഉള്ളിൽ ഇപ്പോൾ സന്തോഷമാണ്. ഇല്ലമ്മേ, ഞാൻ പിന്നെ കുടിച്ചോളാം, അവൾ പറഞ്ഞു. അവരതിനൊന്ന് മൂളിയതേയുള്ളൂ. പെട്ടെന്നാണ് ചേച്ചി മുറിയിലേക്ക് കയറി വന്നത്. ചേച്ചിയുടെ കയ്യിൽ കുറച്ച് തുണികളുമുണ്ട്. എടി, ഇതൊന്ന് അലക്കണം, ചേച്ചി പറഞ്ഞു. ദീപു ഈ സമയം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ചേച്ചിക്ക് ഇത്ര ധൈര്യം. താൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ അതൊന്നും ദീപുവിനോട് പറയാൻ പോകുന്നില്ലെന്ന് ചേച്ചിക്ക് നന്നായി അറിയാമായിരുന്നു. നേരത്തെ അമ്മയുടെ സാരിയും മറ്റും അലക്കി വിരിച്ചിട്ട് വന്നതേയുള്ളൂ ഗൗരി. കൈകൾ രണ്ടും വേദന എടുക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. അവളൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ആ തുണി വാങ്ങി മുറിക്ക് പുറത്തേക്കിറങ്ങി. പിന്നീട് അമ്മയ്ക്ക് ആ കഞ്ഞി തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൗരി എടുക്കുന്ന കഷ്ടപ്പാട് അമ്മയുടെ കണ്ണ് തുറപ്പിച്ചിരുന്നു. താൻ രോഗിയായി കിടക്കുമ്പോൾ മകൾ സ്വന്തം കാര്യം നോക്കി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴെല്ലാം ഗൗരിയാണ് തനിക്ക് കൂട്ടായി നിൽക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം അമ്മ ചേച്ചിയെ അരികിലേക്ക് വിളിച്ചു. അമ്മ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു ആ സമയം. ചേച്ചി മുറിയിലേക്ക് ചെന്നതും അമ്മ പറഞ്ഞു. നീ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസമായില്ലേ? അവരെന്തെങ്കിലും വിചാരിക്കും. രൂപേഷിനെ വിളിക്കി, എന്നിട്ട് നിന്നെ കൊണ്ടുപോകാൻ പറ. നീ അവിടേക്ക് തിരിച്ചു പോയിക്കോ, അമ്മ പറഞ്ഞു. അമ്മയുടെ ആ മാറ്റം കണ്ട് ചേച്ചി ഞെട്ടിപ്പോയി. അമ്മയ്ക്ക് വയ്യാതെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ തിരിച്ചു പോകുന്നേ? അങ്ങനെ പോയാൽ എനിക്ക് സമാധാനം കിട്ടുമോ? അമ്മയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും? ചേച്ചി പറഞ്ഞതും അമ്മയൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. അതിന് നീയാണോ എന്നെ ഇവിടെ നോക്കുന്നത്? എനിക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും നീ നിന്റെ കൈകൊണ്ട് എടുത്തു തന്നിട്ടുണ്ടോ? പോട്ടെ, നീ നിന്റെ സ്വന്തം കാര്യമെങ്കിലും ഇവിടെ നോക്കുന്നുണ്ടോ? അതുമില്ലല്ലോ, എല്ലാം ഇവളല്ലേ ചെയ്യുന്നത്. അമ്മയ്ക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു ദിവസമായി ഇതെല്ലാം മനസ്സിലിട്ട് സഹിക്കുന്നു. അമ്മ ഗൗരിയെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും പറഞ്ഞു തുടങ്ങി. ഈ പെണ്ണിവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വൃത്തിയിൽ ഇവിടെ മരുന്നും ഭക്ഷണവും കൃത്യമായി കിട്ടിക്കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോർത്ത് ഒരു പക്ഷേ ദൈവം കൊണ്ടുതന്നതായിരിക്കും ഇവളെ. ഇനിയും നീ ഇവിടെ നിന്നാൽ ഇവളുടെ ജോലി കൂടുകയേയുള്ളൂ. എൻ്റെ കുട്ടിക്ക് ആവുന്നതിലപ്പുറം പണി കൊടുക്കാൻ എനിക്കിനി വയ്യ. അതുകൊണ്ട് എൻ്റെ മോള് പൊയ്ക്കോ, അമ്മ പറഞ്ഞു. ചേച്ചിക്ക് അത് വല്ലാത്തൊരു ആഘാതമായിരുന്നു.
ചേച്ചി ദേഷ്യവും പരിഭവവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. ഓ, അമ്മയ്ക്കിപ്പോൾ മോനും മരുമോളും മതി, ഞാൻ വേണ്ട അല്ലേ? അതിന് അമ്മ ചേച്ചിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ പതിയെ വളരെ ശാന്തമായി തന്നെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് എല്ലാവരും വേണം. നീയും ഇവനും ഇവളുമൊക്കെ എനിക്ക് വേണം. പിന്നെ ഇവളിപ്പോൾ എനിക്ക് മരുമോളല്ല, എൻ്റെ മോൾ തന്നെയാ. ദൈവം എനിക്ക് കൊണ്ടു തന്നതാ ഇവളെ. അമ്മയുടെ ആ വാക്കുകൾ കേട്ട് ഗൗരിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ പറഞ്ഞ എൻ്റെ കുട്ടി എന്ന വാക്ക് അവളുടെ കാതിൽ നിറഞ്ഞു നിന്നു. ഹാളിൽ ഇതെല്ലാം കേട്ടുനിന്ന ദീപുവിൻ്റെ മനസ്സും വല്ലാതെ നിറഞ്ഞിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെയൊരു അമ്മയെ തനിക്ക് തിരിച്ചു കിട്ടിയതുപോലെ അവന് തോന്നി. ചേച്ചി വെട്ടിത്തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി. ബാഗ് പാക്ക് ചെയ്യുന്നതിനിടയിലും ചേച്ചി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ചേച്ചി ഇറങ്ങാൻ നേരത്ത് അമ്മ വീണ്ടും അവളെ അരികിലേക്ക് വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു. പോകുമ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകണം മോളെ. അല്ലാതെ ഇങ്ങനെ പിണങ്ങിപ്പോയാൽ പിന്നെ ഇവിടേക്ക് കയറി വരാൻ നിനക്ക് തന്നെയാവും ബുദ്ധിമുട്ട് തോന്നുന്നത്. അമ്മ ചേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരിയോട് ഇത്രയും ക്രൂരത കാണിക്കാൻ ഓരോന്ന് പറഞ്ഞ് അമ്മയെ പഠിപ്പിച്ചത് ചേച്ചിയാണെന്ന് അമ്മ ദീപുവിനോടോ ഗൗരിയോടോ പറഞ്ഞില്ല. ചേച്ചിയും അനിയനും തമ്മിലുള്ള ബന്ധം മോശമാകാതിരിക്കാൻ ആ രഹസ്യം അമ്മ സ്വന്തം ഉള്ളിൽ തന്നെ വെച്ചു. പക്ഷേ അമ്മ പറഞ്ഞില്ലെങ്കിലും ദീപുവിനും ഗൗരിക്കും അതറിയാമായിരുന്നു. ഞാൻ കൊണ്ടുവിടണോ? ദീപു ചോദിച്ചു. വേണ്ട, എനിക്ക് പോകാനറിയാം, ചേച്ചി എടുത്തടിച്ചതുപോലെ പറഞ്ഞു. അതു കേട്ട് ദീപു ഒരു ചിരിയോടെ അടുത്തുള്ളൊരു ഓട്ടോ വിളിച്ചു കൊടുത്തു. ബസ് സ്റ്റോപ്പ് വരെ ആ ഓട്ടോയിൽ പോകാം. ചേച്ചി പോകുമ്പോൾ ദീപു ഗൗരിയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. അകത്തിരുന്ന അമ്മയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു തുളുമ്പി. ഗൗരിയുടെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ അമ്മയുടെ മനസ്സു മാറിയതുപോലെ എന്നെങ്കിലും ഒരിക്കൽ ചേച്ചിയുടെ ഉള്ളിലെ കടുപ്പവും അലിഞ്ഞു പോകുമെന്ന് അവർ വിശ്വസിച്ചു. ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞപ്പോഴും തന്നെ ചേർത്ത് പിടിച്ച ദീപുവിനോടുള്ള പ്രണയം ഗൗരിയുടെ ഉള്ളിൽ അപ്പോഴും ഒരു കടലായി ഇരമ്പുന്നുണ്ടായിരുന്നു. ദീപുവിൻ്റെ ഉള്ളിലും അതെ, തൻ്റെ പാതിയോടുള്ള പ്രണയം നിറഞ്ഞു കവിഞ്ഞിരുന്നു അവൻ്റെ മനസ്സിലും. അമ്മയുടെ ഓരോ വാക്കിലും സ്പർശനത്തിലും ഗൗരി ഇപ്പോൾ അനുഭവിക്കുന്നത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരമ്മയുടെ വാത്സല്യമാണ്. ദീപുവിനും അതെ, അമ്മയുണ്ടായിട്ടും അവൻ അറിഞ്ഞിട്ടില്ലാത്ത തൻ്റെ അമ്മയുടെ സ്നേഹം അവനിപ്പോൾ ആവോളം അറിയുന്നുണ്ട്. പണ്ട് ആദ്യ ഭർത്താവിൻ്റെ വീട്ടിൽ ആ അടുക്കളയിലെ ഇരുളിൽ ഒതുങ്ങിക്കൂടി കരഞ്ഞ പെണ്ണല്ല അവളിന്ന്. ദീപുവിൻ്റെ വീടിൻ്റെ ഐശ്വര്യമാണ് ഇന്നവൾ. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി പുഞ്ചിരിയോടെ ഓടി നടക്കുന്ന ഗൗരിയെ കാണുമ്പോൾ ദീപുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തിയാണ്. വൈകുന്നേരങ്ങളിൽ ഉമ്മറത്ത് ദീപുവിനും ഗൗരിക്കുമൊപ്പം ചായ കുടിച്ചിരിക്കുമ്പോൾ അമ്മ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കും. അന്ന് താൻ കാട്ടിയ വിദ്വേഷത്തിന് പകരമായി സ്നേഹം മാത്രം തിരിച്ചു നൽകിയ ഈ മരുമകളെ ദൈവം തനിക്ക് തന്ന പുണ്യമായാണ് അമ്മ ഇന്ന് കാണുന്നത്. താൻ വീണതും കാലിൻ്റെ എല്ലു പൊട്ടിയതുമെല്ലാം നന്നായെന്ന് ആ അമ്മ ഇപ്പോൾ ചിന്തിക്കുന്നു. ആ വേദനയാണ് ഇന്നത്തെ ഈ സന്തോഷത്തിന് കാരണം. ചേച്ചി ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ പഴയതുപോലെ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാറില്ലെങ്കിലും അവിടെയുള്ള 3 പേരുടെയും കണ്ണുകളിലെ തിളക്കവും സമാധാനവും ചേച്ചിയെ പലപ്പോഴും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പഴയ ആ കയ്പേറിയ ഓർമ്മകളെല്ലാം ഇന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ആ വീട്ടിൽ മുഴങ്ങുന്നത് അവരുടെ സ്നേഹവും സന്തോഷവും മാത്രമാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സ്നേഹത്തിൻ്റെ കരുത്തിൽ അവർ പടുത്തുയർത്തിയ ആ കൊച്ചു ലോകം ഇപ്പോൾ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലാണ്.